അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയ ക്വസ്റ്റ്യൻ ഇതാണ്, സം ഓഫ് ദ ഡിജിറ്റ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലായല്ലോ. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ. അതിലെ സ്പെഷ്യാലിറ്റി എന്താ? ദ 2 ഡിജിറ്റ് നമ്പർ ദാറ്റ് വി അസൈൻഡ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ എക്സ്പാൻഷൻ ഫോം, അല്ലേ? അത് എന്താ പറയുക, 10x+y ഫോമിലേക്ക് നമ്മൾ എഴുതണം. ആ പ്ലേസ് വാല്യൂവിൻ്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് തന്നെ എഴുതണം. അല്ലാതെ നമ്മൾ വെറുതെ XY എന്ന് എഴുതി കഴിഞ്ഞാൽ ആ നമ്പർ ഡിറ്റക്ട് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ അതിലൊരു ലോജിക്കൽ പോയിന്റ് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കാൻ. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. Meena went to a bank to withdraw rupees 2000. She asked the cashier to give her rupees 50 and rupees 100 notes only. Meena got 25 notes in all. Find how many notes of rupees 50 and rupees 100 she received. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ എളുപ്പമല്ലേ? വാട്ട് ഈസ്, എന്താണ് വേരിയബിൾ? ഡെഫിനിഷൻ ഓഫ് വേരിയബിൾ പറഞ്ഞ് എന്താണ്? പെട്ടെന്ന് പറഞ്ഞോ. Let x be 50 notes. Number of, let x be the number of 50 rupees note, അല്ലേ? Yes sir. പിന്നെ y എത്ര? 100 rupees. 100. അപ്പോൾ മീന went to a bank to withdraw rupees 2000. She asked the cashier to give her 50 and 100 rupees notes. Meena got 25 notes in all. So this is what the two statements. That means the two conditions lies. അപ്പോൾ ഇവിടെ നമുക്ക് ആ രണ്ട് കണ്ടീഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി യൂസ് ചെയ്യണം. What should be the first condition? ഏതായിരിക്കും നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ ഓർ ഫസ്റ്റ് കണ്ടീഷൻ which may help us to what generate the equation? ഏതൊക്കെയാ? എൻ്റെ കയ്യിൽ 10 നോട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10 നോട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ആ 10 നോട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും രണ്ടെണ്ണം ആയിരിക്കും. കാരണം എന്താ? ഷീ ആസ്ക്ഡ് ടു ഗീവ് ഹർ ഓൺലി 50 and 100 rupees നോട്ട്സ്. അപ്പോൾ 10 നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിലുള്ള നോട്ടുകളെല്ലാം തന്നെ ഏതൊക്കെയായിരിക്കും? 50 രൂപയുടെയും 100ൻ്റെയും നോട്ടായിരിക്കും. സോ ഈ 10 നോട്ടുണ്ട് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിനെ ഹൗ ഡു വി റെപ്രസെന്റ് ഇറ്റ് ആസ് ആൻ ഇക്വേഷൻ? എന്താ നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നു? x+y = 10, അല്ലേ? Because we know only what 50 rupees and 100 rupees notes are there, and we know that 50 rupees note is x and the number of 100 rupees note is y. But ഇവിടെ ഇപ്പൊ 10 നോട്ടല്ലേ, എത്ര നോട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? How many notes are there with me, Meena? It is 25. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര കൊടുക്കും? x+y എന്ന് പറയുന്നത് 25, and that is the first equation. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. മൊത്തം 100 രൂപയാണ്, സോറി 100 അല്ല, മൊത്തം എൻ്റെ കയ്യിൽ 200 rupees ഉണ്ട്, അല്ലെങ്കിൽ 250 ഇരിക്കട്ടെ. ഒരു 250 rupees എൻ്റെ കയ്യിലുണ്ട്. അത് മൊത്തം തന്നെ ഏതാണ്? 50 രൂപയുടെ നോട്ടും 100 രൂപയുടെ നോട്ടുമാണ്. അപ്പോൾ ഈ 250 രൂപ എന്ന് പറഞ്ഞാൽ 50 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകളുടെ രീതിയിൽ എങ്ങനെയൊക്കെ എഴുതാം? ചിലപ്പോൾ എൻ്റെ കയ്യിൽ 5 50 രൂപയുടെ നോട്ട്, 100ൻ്റെ നോട്ട് ഇല്ലാതിരിക്കാം. അതിലെങ്കിലോ 3 50ൻ്റെ നോട്ടും ഒരു 100ൻ്റെ നോട്ട്, അല്ലേ? ശരിയല്ലേ? അതല്ലെങ്കിലോ 5 50ൻ്റെ നോട്ട്, സോറി 5 2 50ൻ്റെ നോട്ടും പിന്നെ എന്താണ്, അല്ലേ? 2 50ൻ്റെ നോട്ട് പറ്റില്ല, 4 50ൻ്റെ നോട്ടും പിന്നെ അത് 5 50ൻ്റെ നോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 3 50ൻ്റെ നോട്ട്, ഒരു 100ൻ്റെ നോട്ട്. അപ്പോൾ ഈ കോമ്പിനേഷനിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. 2 100ൻ്റെ നോട്ടും ഒരു 50ൻ്റെ നോട്ടും അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 250 എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള ഒരു ക്യാഷിനെ 250 രൂപയെ നമുക്ക്, when you know the number of 50 rupees notes and number of 100 rupees notes, you can distribute it like this, അല്ലേ? 3 into 50 350 plus 100 into 100
ദാറ്റ് ടുഗദർ 250 rupees. അപ്പോൾ 250 രൂപ എന്ന് നമ്മുടെ കയ്യിലുള്ള പൈസയെ നമ്മുടെ നമ്പർ ഓഫ് നോട്ട്സ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തുന്നത്. ശരിയല്ലേ? ഇപ്പം എൻ്റെ കയ്യിൽ 2 100-ൻ്റെ നോട്ടും ഒരു 50-ൻ്റെ നോട്ടും ആണെങ്കിൽ 2 into 100 plus 1 into 50 is equal to total amount which I have. എത്ര അത്? 250 rupees. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം see, when you have the number of notes in each denomination, it's easy to get the total amount you have. ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ കയ്യിൽ എത്ര നോട്ട്സ് ഉണ്ട് എന്ന് അറിയാമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിൽ നോക്കിയേ, എക്സ് നമ്പർ ഓഫ് 50 rupees നോട്ട് ഉണ്ട്. എത്ര? എക്സ് നമ്പർ ഓഫ് 50 rupees. So that means x into 50 or 50 into x be the total amount by 50 rupees. അല്ലേ? 50 into x എന്ന് പറയുന്നത് ടോട്ടൽ amount what that we have by having this 50 rupees note. ഇനി അതുപോലെ തന്നെ number of 100 rupees note is what? y. So that is what 100 into y will be the amount that we have by keeping 100 rupees note. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നതായിരിക്കില്ലേ ടോട്ടൽ എമൗണ്ട് ദാറ്റ് വി ഹാവ്. ദാറ്റ് ഈസ് ദാറ്റ് എമൗണ്ട് ഷി വിഡ്രോ ഫ്രം ബാങ്ക്. എത്രയത്? 2000 രൂപ. ബിക്കോസ് ഈ പൈസ എടുത്തിരിക്കുന്നത് ഷി ആസ് ടു ഗീവ് ദ എമൗണ്ട് ഇൻ 50 and 100 rupees നോട്ട് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2000 രൂപ കൊടുത്തിരിക്കുന്നത് 50 രൂപ നോട്ടും 100 രൂപ നോട്ടും മാത്രമായിട്ടാണ് ഈ ക്യാഷ്യർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ 50 രൂപ നോട്ടും 100 രൂപ നോട്ടും മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ, 50 രൂപ നോട്ടും 100 രൂപ നോട്ടും മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന ഈ എമൗണ്ട് എത്ര എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇവിടുത്തെ കാൽക്കുലേഷൻ. സിൻസ് വി that particular cashier had given x number of 50 rupees note, that amount will be x into 50, and since he had given y number of 100 rupees notes, that amount will be y into 100. Then total 50x plus 100y will be the amount, total amount that she withdrew from that bank. Etra 2000. So 50x plus 100y is equal to 200 is the second equation. So we have both the equations now. One is x plus y is equal to 25. Another is 50x plus 100y is 2000. 2000. Yes, sorry. And it can be simplified, I think, further. Okay, the 50 is common. So 50 into x plus 2y equal to 2000. So what is x plus 2y? 2y is equal to 2000 by 50. So maximum simplify ചെയ്താൽ മതി. That is x plus 2y is equal to 50 by 2000. എത്ര വരും? 40. It can be taken as equation number 3. So 1 and 3 കൂടെ solve ചെയ്താൽ you'll get the required number of notes in 50 and 100. Okay, thank you. അടുത്ത question നോക്കാം. A lending library has fixed charge for the first 3 days and an additional charge for each day thereafter. Sarida paid ₹27 for a book kept for 7 days, while Susie paid ₹21 for the book she kept for 5 days. Find the fixed charge and the charge for each extra day. Okay, അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഒരു ലെൻഡിങ് ലൈബ്രറി നമുക്കറിയാം, ലൈബ്രറിയിൽ നിന്ന് നമ്മൾ സാധാരണ ബുക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. എ ഫിക്സഡ് ചാർജ് ഫോർ ദ ഫസ്റ്റ് 3 days. ദാറ്റ് ഈസ് ആക്ച്വലി ടു പ്രൊമോട്ട് റീഡിങ്. നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആദ്യത്തെ 3 ദിവസം നിങ്ങൾ ഏത് ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഒരു 5 to 10 rupees ആണെന്ന് വെച്ചോ, 10 രൂപ കൊടുത്താൽ മതി ആദ്യത്തെ 3 ദിവസത്തേക്ക്. ഫോർ ദ ഫസ്റ്റ് 3 days. ഫോർ 3 days ഇറ്റ് ഈസ് ഓൺലി 10 rupees. ആ 3 ദിവസത്തിനകത്ത് നിങ്ങളത് വായിച്ച് തീർത്തിരിക്കണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. കാരണം അതിനകത്ത് വായിച്ച് തീർക്കാൻ പറ്റും ഏത് ബുക്കും. അപ്പോൾ ഇവിടെ അപ്പോൾ സോ ദാറ്റ് ദിസ്
ആ ബുക്കിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ വേറൊരാൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് they kept that amount as a consolidated amount of rupees 10 is fixed as a fixed charge for the first 3 days. But an additional charge for each day thereafter. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പിന്നെ 12 ദിവസം വെച്ചു അല്ലെങ്കിൽ വേണ്ട 3 ദിവസത്തിന് പകരം 5 ദിവസം വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക, ഫസ്റ്റ് 3 ഡേയ്സിന് നിങ്ങൾക്ക് ഈ 10 രൂപ കൊടുത്താൽ മതി. പക്ഷെ പിന്നെ വരുന്ന 2 ദിവസത്തിന് സം അഡീഷണൽ ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ 8 രൂപ വെച്ചിട്ട് ഒരു ദിവസം കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 ദിവസത്തേക്ക് ആകുമ്പോൾ എത്രയാവും, 16 രൂപ കൊടുക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ എന്താ ടോട്ടൽ ഇപ്പോൾ 5 ഡേ ഒരാൾ ഈ ബുക്ക് വെച്ചു എന്ന് വെച്ചോ, 5 ഡേയ്സ് ഈ ബുക്ക് വെച്ചു. അപ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഫോർ ദ ഫസ്റ്റ് 3 ഡേയ്സ് ഇറ്റ് ഈസ് ₹10 അല്ലേ? പിന്നെ എന്താ പറ്റുക, ഇത് 3 ദിവസം പോയി കഴിഞ്ഞു. ഇനി എത്ര ദിവസമുണ്ട്? 2 ദിവസം. ഓരോ ദിവസവും എത്ര രൂപ വെച്ചാണ്? ₹5 പെർ ഡേ നമ്മൾ ഫൈൻ കൊടുക്കുകയാണ്. ഒരു ഫൈൻ പോലെയാണ്. 5 രൂപ ഒരു ദിവസം ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ 2 ദിവസം പിന്നെ എക്സ്ട്രാ വരുന്നില്ലേ? ആ 2 ദിവസത്തേക്ക് എത്ര വരും? 2 into 8. അപ്പം എത്ര വരും? 10 + 16 which is equal to 26 rupees to be paid. അല്ലേ? 26 രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും. Now what about a person who kept that book for 10 days? 10 ദിവസം ഒരാൾ വെച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും പറഞ്ഞേ? ഫസ്റ്റ് 10 എന്ന് പറയുന്ന ഫിക്സഡ് ചാർജ് ഫോർ ദ 3 ഡേയ്സ് അല്ലേ? അതെല്ലാത്തിനും സെയിം ആണ്. പ്ലസ് ദെൻ ദേ ഹാവ് 8 ദിവസം അല്ല 7 ഡേയ്സ് ബാക്കിയുണ്ട് അല്ലേ? 7 ഡേയ്സ് അല്ലേ ബാക്കി? അപ്പോൾ എന്ത് വരും? 7 into എത്ര? 8 അല്ലേ? അപ്പോൾ എന്ത് വരും? 10 + 56 എത്ര വരും? 66 rupees നമുക്ക് ആ ബുക്ക് വെച്ചതിന് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കാൽക്കുലേഷൻ മനസ്സിലായെങ്കിൽ യു കം ബാക്ക് ടു ദ പ്രോബ്ലം. എന്താ പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലത്തിൽ? എന്താ പറഞ്ഞിരിക്കുന്നത്? There is a fixed charge for the first 3 days and an additional charge for each day thereafter. അതിനുശേഷം വരുന്ന ഓരോ ദിവസവും an additional charge കൊടുക്കണം. Sarita paid ₹27 for a book she kept for 7 days. അപ്പം നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്തുമ്പോൾ വാട്ട് ആർ റിക്വയർഡ് തിങ്സ്? ഈ ഫിക്സഡ് ചാർജ് ഈസ് റിക്വയർഡ് വൺ അല്ലേ? പിന്നെന്താ വേണ്ടേ? ആൻഡ് ദ ചാർജ് ഫോർ ഈച്ച് എക്സ്ട്രാ ഡേ, അതും വേണം. ഈ 2 സാധനം ഇവിടെ നമുക്ക് കയ്യിലുണ്ടായിരുന്നു. ഫിക്സഡ് ചാർജ് വാസ് ടേക്കൺ ആസ് 10 ആൻഡ് ദ ചാർജ് ഫോർ ദറ്റ് അഡീഷണൽ ഡേയ്സ് ആസ് 5 നമ്മൾ എടുത്തു. പക്ഷെ ഇവിടെ ഇപ്പോൾ 2 തന്നിട്ടില്ലല്ലോ. സോ ദ വേരിയബിൾസ് ആർ ക്ലിയർലി ഡിഫൈൻഡ്. എന്താണത്? വേരിയബിൾസ് എന്തൊക്കെയാ? ഫിക്സഡ് ചാർജ് എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ടും അഡീഷണൽ അല്ലേ? അഡീഷണൽ ചാർജ് പെർ ഡേ എന്തായിട്ട് എടുക്കും? വൈ ആയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ ഫസ്റ്റ് കണ്ടീഷൻ? Sarita paid ₹27 for the book she kept for 7 days. 7 ദിവസം വെച്ചിരുന്ന ഒരു ബുക്കിന് സരിത എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? 27. How do we calculate that? നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തന്നേ, എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? How do we get this 27? If the fixed charge is x plus 7 into y is equal to 27. 7 into y ആണോ? 4y. See, 4y. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 3 ഡേയ്സ് ആണ്. ഫസ്റ്റ് 3 ഡേയ്സിന് എത്രയാ പറഞ്ഞേക്കണേ? 10. ദാറ്റ് ഇസ് എ ഫിക്സഡ് ചാർജ്. ഇപ്പൊ 2 ദിവസം ഉപയോഗിച്ചാലും നിങ്ങൾ ആ 10 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൻ അഡീഷണൽ ചാർജ് ഫോർ ഈച്ച് ഡേ ദെയർ ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ആ ഫസ്റ്റ് 3 ഡേയ്സ് കഴിഞ്ഞ് വരുന്ന ഓരോ ദിവസത്തിനുമാണ് നമ്മൾ ഈ അഡീഷണൽ ചാർജ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അതാണല്ലോ നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്രയാ വരിക? ഇവിടെ ഇപ്പം 3 ദിവസം പോയി. ടോട്ടൽ എത്രയാ? 7 ഡേയ്സ്. അതിൽ 3 ദിവസം പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? എത്രയാ? 4. അപ്പം ഓരോ ദിവസവും എത്ര രൂപ വെച്ച് കൊടുക്കണം? അപ്പൊ എത്ര വരും? 4y. What is that? It is 27 rupees.
എന്തായിരുന്നു ആ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം? എനിക്ക് തോന്നുന്നു ആ ഓട്ടോ ചാർജിന്റെ പ്രോബ്ലമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നതാണോ ഇത്? അല്ല സർ പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അല്ല, ഞാൻ വിചാരിച്ച് അങ്ങനെ വരാം. ഓട്ടോയുടെ പ്രോബ്ലത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താ, ആ ഫിക്സഡ് ചാർജും അത് എപ്പോഴായിരുന്നാലും കൊടുക്കണം. മനസ്സിലായില്ലേ? അത് നിങ്ങൾ 10 കിലോമീറ്റർ പോയാലും 5 കിലോമീറ്റർ പോയാലും ഈ ഫിക്സഡ് ചാർജ് ഇസ് ദെയർ, ബട്ട് ചാർജ് പെർ കിലോമീറ്റർ ഇസ് ആൾസോ ദെയർ. ഇപ്പോൾ 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന് എത്ര രൂപയാണോ അത് കൊടുക്കണം, പ്ലസ് ദിസ് ഫിക്സഡ് ചാർജ് ഇസ് ആൾസോ റിക്വയർഡ്. അങ്ങനെയാണോ അതിൽ പറഞ്ഞത്? അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ലായിരുന്നോ? ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ഈച്ച് ഡേ ദെയർ ആഫ്റ്റർ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് സൂസി പെയ്ഡ് ₹21 ഫോർ ദ ബുക്ക് ഷീ കെപ്റ്റ് ഫോർ 5 days. അപ്പൊ അതെങ്ങനെ വരിക? 5 days. പറഞ്ഞേ, എങ്ങനെ വരിക? X plus 2y is equal to 20. So that is equation number 2. So we have both the equations here to solve. Is it? ചെയ്യാൻ പറ്റില്ലേ? Yes sir. Okay, good. അടുത്ത എന്താ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കേസ് സ്റ്റഡിക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് തരും. ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ടെസ്റ്റ് ചെയ്യും. അതിനകത്ത് നിന്ന് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതാണ് ശരിക്കും കേസ് സ്റ്റഡിയുടെ മീനിങ്. നിങ്ങൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒന്ന് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ആൻസർ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉള്ളത് ഈ ക്വസ്റ്റ്യനൊക്കെ എടുത്തിട്ടായിരിക്കും കേസ് സ്റ്റഡി ഉണ്ടാക്കുന്നത്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പം നമുക്ക് തൽക്കാലം ഈ എക്സാമിനെ പോയിന്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. കേസ് സ്റ്റഡിയൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നത് പോലെയേ ഉള്ളൂ അതും. ഓക്കെ, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ കോംപ്രിഹെൻഷൻ പാർട്ടില്ലേ ഇംഗ്ലീഷിൽ? ഇല്ലേ, നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടില്ലേ? ഈ പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ. അത് തന്നെ, അതുപോലെയാണ് ഇതും. ഇവിടെയും കോംപ്രിഹെൻഷൻ എന്നുള്ളതല്ല, ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ആർ യു റിയലി ലേണിംഗ് ദറ്റ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അത് വിത്ത് ദ യൂസ് ഓഫ് മാത്തമാറ്റിക്സ് നിങ്ങൾ എങ്ങനെ ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യും, അതാണ്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിളാണ്. CBSE കുറച്ച് സാമ്പിൾ തന്നിട്ടുണ്ട്, എനിക്കത് അത്ര വർക്ക്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് നമുക്ക് അതേ ചെയ്യാനേ പറ്റും. പക്ഷേ നമ്മളതിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ നമുക്ക് അല്ലാത്തത് തന്നെ ചെയ്ത് നോക്കാം. ടെസ്റ്റ് വരുമ്പോൾ അത് മാറും. എ പാർട്ട് ഓഫ് മന്ത്ലി ഹോസ്റ്റൽ ചാർജസ് ഇസ് ഫിക്സ്ഡ് ആൻഡ് ദ റിമൈനിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഡേയ്സ് വൺ ഹാസ് ടേക്കൻ ഫുഡ് ഇൻ ദ മെസ്. വെൻ എ സ്റ്റുഡൻറ്റ് A takes food for the 20 days, she has to pay ₹1,000 as hostel charges, whereas the student B, who takes food for 26 days, pays ₹1180 as hostel charges. Find the fixed charges and the cost of food per day. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, a monthly hostel charges is fixed and the remaining depend on the number of days one has taken the food. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ വേരി ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മന്ത്ലി ഫിക്സഡ് ചാർജ് ആൻഡ് അനദർ വൺ ഈസ് കോസ്റ്റ് ഓഫ് ഫുഡ് പെർ ഡേ. എന്തായിരിക്കും ഇതിന്റെ വ്യത്യാസം? നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ബോർഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. സാധാരണ ഹോസ്റ്റലിൽ പ്രത്യേകത എന്താ? ഫിക്സഡ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കോമഡേഷന്റെ ഒക്കെ പൈസ. വെരി ഗുഡ്. അതാണ് അക്കോമഡേഷൻ ചാർജ് ആണ് ഈ ഫിക്സഡ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളൊരു റൂം അക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 5 ദിവസം നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് 10 ദിവസം നിങ്ങൾ വീട്ടിൽ പോയെന്ന് വെച്ചോ. 10 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ റൂം തന്നെയാണല്ലോ വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ പറക്കിയെടുത്ത് അവർ വെളിയിൽ എറിയില്ലല്ലോ. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ റൂം തന്നെ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റൂം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒഴിച്ചിടേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്പേസ്, റൂം അല്ലെങ്കിൽ ഒരു സ്പേസ് നിങ്ങൾക്ക് അത് ഒഴിച്ചിടേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോർ ദാറ്റ് പർട്ടിക്കുലർ മന്ത് നിങ്ങൾ നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് ആ റൂം നിങ്ങളുടെ പേരിലാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്പേസ്. അപ്പോൾ അതിൻ്റെ ചാർജ് ഫിക്സ് ചെയ്ത് വെക്കും, ഒരു മാസം ഇത്ര രൂപ. ശരിക്കും അത് അക്കോമഡേഷൻ ചാർജാണ്. പക്ഷെ ഫുഡ് അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ 5 ദിവസം കഴിച്ചു,
പിന്നെ 10 ദിവസം നിങ്ങൾ വീട്ടിൽ ലീവായിരുന്നു, ഒരു കല്യാണത്തിനോ മറ്റോ പോയിട്ട് തിരിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് മൊത്തം ആ മാസത്തിൽ 20 ദിവസം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 20 ദിവസമല്ലേ നിങ്ങൾ ഫുഡ് കഴിച്ചുള്ളൂ. അപ്പൊ 20 ദിവസം കഴിച്ച ഫുഡിന്റെ പൈസ കൊടുത്താൽ മതി. കാരണം ബാക്കിയുള്ള 10 ദിവസം നിങ്ങൾ പ്രിയോർ ഇൻഫർമേഷൻ കൊടുത്ത സ്ഥിതിക്ക് അവർ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ ഫുഡ് കുറച്ചുണ്ടാക്കിയാൽ മതി. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ 2 കാറ്റഗറി ഓഫ് വാട്ട് എമൗണ്ട് ഉണ്ടാവും. മനസ്സിലായില്ലേ? അല്ലാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇപ്പോൾ പല സ്ഥലത്തും ബിസിനസ് ആയതുകൊണ്ട് അവർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞ് ഒരൊറ്റ എമൗണ്ടാണ് വാങ്ങിക്കുക. നിങ്ങൾ കഴിച്ചാലും ഇല്ലെങ്കിലും ആ എമൗണ്ട് അവർ കൂട്ടും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവും. നവോദയയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ലെങ്കിലും പുറത്തു പോകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ അവിടുത്തെ ഫിക്സഡ് ചാർജ് നിങ്ങൾക്ക് മനസ്സിലായി. അതിന് എല്ലാ മാസവും കഴിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം, ലൈക്ക് ദ ഓട്ടോ ചാർജ്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ലെൻഡിങ് ലൈബ്രറി. അപ്പോൾ ഇവിടെ ഫിക്സഡ് ചാർജാണ്. ഈ ഫിക്സഡ് ചാർജ് ഇറ്റ് ഈസ് ദെയർ വെദർ യു സ്റ്റേഡ് ഫോർ 1 day or 10 days, you have to pay that fixed charge. But the cost for food per day depends on the number of days you stayed in that particular hostel. Is that clear? ഇത് കൃത്യമായി മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കും? അവിടുത്തെ വേരിയബിൾസ് ഫിക്സഡ് ചാർജ് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. പിന്നെ കോസ്റ്റ് ഓഫ് ഫുഡ് പെർ ഡേ എന്തായിട്ട് എടുക്കും? വൈ ആയിട്ട്. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ്, ബിക്കോസ് നമുക്ക് അടുത്തത് ഇനി 2 കണ്ടീഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാ, which actually generate the equation. അപ്പോൾ ഇവിടെ നോക്കിയേ, when a student A takes food for 20 days and she has to pay 1000. അപ്പോൾ 20 ദിവസം ഒരു വ്യക്തി ഫുഡ് കഴിച്ച് അവിടെ ഉണ്ടായിരുന്നു. 20 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 20 ദിവസം ഉണ്ടായിരുന്നാലും 10 ദിവസം ഉണ്ടായിരുന്നാലും 5 ദിവസം ഉണ്ടായിരുന്നാലും ഒരു സാധനം കൊടുത്തേ പറ്റുള്ളൂ. ഏതാത്? ഫിക്സഡ് ചാർജ് കൊടുത്തേ പറ്റും. അപ്പോൾ അതെന്തായിരുന്നാലും പുള്ളി കൊടുത്തു. പിന്നെ അഡീഷണൽ ആയിട്ട് എന്താ കൊടുക്കേണ്ടത്? എത്ര ദിവസം അവിടെ നിന്ന് ഫുഡ് കഴിച്ചോ ആ എമൗണ്ട് കൊടുക്കണം. എത്ര ദിവസം പുള്ളി അവിടെ നിന്നേ? How many days he stayed in the hostel? 20 days. അപ്പൊ 20 into ഒരു ദിവസം y rupees. അപ്പൊ 20 into y ആണ് ടോട്ടൽ എമൗണ്ട് he need to pay, and that amount is actually it is given. എത്ര അത്? 1000. Correct? So that is x plus 20y is equal to 1000. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അടുത്തതോ, he takes another boy B, he takes food for 26 days and paid rupees 1180. So 26 days. അപ്പോൾ anyway that fixed amount is anyway he need to pay, plus what else? 26y. 26y, because per day y is actually his amount for food. അപ്പോൾ അത് നമ്മൾ 26 ദിവസം എങ്കിൽ 26 into y, which is equal to എത്ര? 1180. So this is the second equation. So we framed both the equation, and next and rest is actually either substitution or elimination method to determine what? X and y. X and Y. A fraction becomes 1/3 when 1 is subtracted from the numerator, and it becomes 1/4 when 8 is added to its denominator. Find the fraction. Fraction become 1/3 when? So there is a fraction. What is that? X by y. It's a fraction. It become 1/3 when 1 is subtracted from the numerator. See, that 1 is actually subtracted from the numerator alone. And earlier we discussed one question where we subtracted or added that 1 or 2 to the numerator and denominator both. But here it is subtracted from the numerator alone. So what is the numerator here? X. So that 1 is subtracted from the numerator. So it is x minus 1. So actually we know. ഇത് നമ്മൾ എടുക്കുമ്പോൾ എന്താ, ഞാൻ ഡെഫിനിഷൻ വേരിയബിൾ ആദ്യമേ പറയാത്തതിൻ്റെ കാര്യം നമ്മളത് പ്രാക്ടീസ്ഡ് ആണ്. ഇനിയിപ്പം അറിയാലോ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ഡിഫൈൻ ദ വേരിയബിൾ. What is the definition of variable? That x and y are the numerator and denominator of the fraction respectively. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
എക്സ് ബൈ വൈ ആയിരിക്കും നമ്മുടെ ഫ്രാക്ഷൻ. ആ എക്സ് ബൈ വൈ എന്ന് പറയുന്ന ഫ്രാക്ഷനിൽ നിന്നും അതിൻ്റെ ന്യൂമറേറ്ററിൽ നിന്ന് വി സബ്ട്രാക്ട് 1. സോ എക്സ് മൈനസ് 1 ബൈ വൈ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 3. ദറ്റ് ഈസ് എക്സ് മൈനസ് 1 ബൈ വൈ ഈസ് ഈക്വൽ ടു 1 by 3. It becomes 1 by 4 when 8 is added to its denominator. അല്ലേ? അപ്പം it becomes 1 by 4 when 8 is added to its denominator. It become 1 by 4 when എപ്പോഴാ? When? Come on. 8 is added to denominator. What is its denominator? Y. Y. Y plus y plus 8. So x by y plus 8 ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 3 into x minus 1 is equal to 1 into y. That is 3x minus 3 is equal to y. ഇവിടെ ആണെങ്കിലോ y plus 8 is equal to 4x. So again you simplify it and find what is x and y. Okay. Oh, sorry. Okay. ഇവിടെ നോക്കിയേ, Yash scored 40 marks in a test, getting 3 marks for each right answer and losing 1 mark for each wrong answer. Had 4 marks been awarded for each correct answer, 2 marks been deducted for each incorrect answer, then Yash should have scored 50 marks. How many questions were there in the rest? This is the question. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിന്റെ കാര്യം അവർ പറയുന്നത് എന്താ പറയുന്നത്? സ്കോർഡ് 40 മാർക്സ് ഇൻ എ ടെസ്റ്റ്. സോ യാഷ് ഹാസ് സ്കോർഡ് ഹൗ മച്ച്? 40 മാർക്സ് അല്ലേ? യാഷിന്റെ സ്കോർ 40 മാർക്കാണ്. നിങ്ങൾ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ നമ്മുടെ ഇൻഡിജേഴ്സിലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഫോർ കറക്റ്റ് ആൻസർ 4 മാർക്ക് ആൻഡ് റോങ് ആൻസർ -2 എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ള. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. 40 മാർക്ക് പുള്ളിക്ക് കിട്ടി, ഗെറ്റിംഗ് 3 മാർക്സ് ഫോർ ഈച്ച് കറക്റ്റ് ആൻസേഴ്സ് ആൻഡ് ലൂസിങ് 1 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസേഴ്സ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അറിയാം, ഫോർ എക്സാമ്പിൾ ദർ ആർ 15 ക്വസ്റ്റ്യൻസ് ഇൻ ദ പെർട്ടിക്കുലർ ടെസ്റ്റ് ആൻഡ് ഫോർ എവറി കറക്റ്റ് ആൻസർ ദർ ഇസ് 4 മാർക്ക് ആൻഡ് എവറി റോങ് ആൻസർ 2 മാർക്സ് ഇസ് ഡിഡക്റ്റഡ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ബോയ് ഹാസ് അറ്റംപ്റ്റഡ് all the questions and out of which 9 questions found correct എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, attempted all the questions but out of which 9 questions found correct എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? attempted all the questions. ബോയ് എ എന്ന് പറയുന്നതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 15 ആണ്. attempted all questions means he attended all the questions out of which 9 found correct. But 9 correct answers. So ഇതിൽ നിന്ന് നിങ്ങൾ എന്താ അനലൈസ് ചെയ്യുക? If 9 questions are correct, what do you understand by this statement? 6 questions were wrong. 6 wrong ആണ് അല്ലേ? That's very important. Because ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? Because he attempted all the questions. ഇപ്പൊ ഇത് വെച്ചിട്ടാണെങ്കിൽ what could be the score of this particular student A? For the correct answer, it is 3 marks per question. For each wrong answer, he is losing 1 mark. X minus 9 into 3. ഇവിടെ 3 ആണല്ലോ. 9 into 3. 3 minus 6 into 1. Because 1 mark. അല്ലേ? അപ്പൊ ഇതാണ് ആ കുട്ടിയുടെ കറക്റ്റ് മാർക്ക്. അപ്പൊ എത്ര? 27 minus 6. minus 6. എത്ര വരും? 23 മാർക്സ് ആയിരിക്കും. ഇത് ഇപ്പൊ നിങ്ങൾ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാ സംഭവിക്കുക. ഇപ്പൊ നീറ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 27 minus 6. 21 I'm sorry. അപ്പോൾ നമ്മൾ ഇതാണ് സംഭവിക്കുക. വി മേ ബി എക്സ്പെക്ടിങ് വാട്ട് 27 ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ എക്സാം. 27 മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ബിക്കോസ് നമ്മൾ 9 എണ്ണം കറക്റ്റ് ആയിട്ട് ചെയ്തു, ബട്ട് വെന്റ് റോങ് ഫോർ 6 ക്വസ്റ്റ്യൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ വരിക? മാർക്ക് ഉണ്ടാവുക 21 ആവും. അപ്പോൾ അവിടുത്തെ ഒരു ഡിഡക്ഷൻ മനസ്സിലായല്ലോ. അപ്പോൾ അതേ പാറ്റേൺ ആണ് ഈ ക്വസ്റ്റ്യനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്?
9 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി 6 ക്വസ്റ്റ്യൻ റോങ് ആയാൽ ആക്ച്വലി ദ മാർക്ക് ഈസ് 21. ആൻഡ് ഇവിടെ യാഷിന്റെ 40 മാർക്സിലും അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലേ അല്ലേ? അപ്പൊ ഇവിടെ യാഷ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഹി ഹാഡ് അറ്റംപ്റ്റഡ് ഓൾ ദ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്, മനസ്സിലായല്ലേ? അപ്പൊ ഇനി നമ്മള് അപ്പൊ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്തേ. യാഷ് സ്കോർഡ് 40 marks in the test, അല്ലേ? Getting 3 marks for every correct answer and losing 1 mark for every wrong answer. Unfortunately, the number of questions അത് തന്നിട്ടില്ല ഇവിടെ. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, പുള്ളി എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതിനകത്ത് കുട്ടിക്ക് എന്തുണ്ടാവും? കറക്റ്റ് ആൻസേഴ്സും ഉണ്ടായിട്ടുണ്ടാവും, റോങ് ആൻസേഴ്സും ഉണ്ടായിട്ടുണ്ടാവും. ശരിയല്ലേ? 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 അപ്പൊ നമുക്ക് ഈ നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സും നമ്പർ ഓഫ് റോങ് ആൻസേഴ്സും അറിയാമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചൂടെ? കാരണം ലൈക്ക് 9 റൈറ്റ് ആൻസേഴ്സ് ആൻഡ് 6 റോങ് ആൻസേഴ്സ്, ടോട്ടൽ ബിക്കം ഹൗ മച്ച്? എത്ര ടോട്ടൽ കിട്ടുക? 9 + 6 15. അപ്പൊ ആ 15 ആയിരിക്കുമല്ലോ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ഹൗ മെനി ക്വസ്റ്റ്യൻസ് വെയർ ദേർ ഇൻ ദ ടെസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് റിക്വയർഡ്? എന്താ ഇവിടെ വേണ്ടത്? അപ്പോ എന്താ വേണ്ടത് ഈ ക്വസ്റ്റ്യനില്? ഹൗ മെനി ക്വസ്റ്റ്യൻസ് വെയർ ദേർ ഇൻ ദ ടെസ്റ്റ് എന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറിയണമെങ്കിൽ എന്ത് വേണം? x plus y. നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് ആൻഡ്, അല്ലേ, നമ്പർ ഓഫ് ആൻസേർഡ് റോങ്, അല്ലേ, നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ്. ശരിയല്ലേ? അപ്പൊ ഇത് നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സും വൈയും. ബിക്കോസ് എക്സ് പ്ലസ് വൈ ആയിരിക്കും ദ റിക്വയർഡ് അൺനോൺ ഇവിടെ. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് അവർ ഇത് എക്സും വൈയും അല്ല ചോദിച്ചിരിക്കുന്നത്. ബട്ട് ടു ഗെറ്റ് ദിസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ടെസ്റ്റ് വി റിക്വയർ വാട്ട്? The total number of right answers and total number of wrong answers. Now, using some conditions, we need to generate what? Equations here. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ 40 മാർക്സ് ഇൻ എ ടെസ്റ്റ് യാഷിന് കിട്ടിയതാ. എപ്പോഴാ? എത്രയാണെന്ന് അറിയില്ല. ബട്ട് ഹി അറ്റംപ്റ്റഡ് some questions, some x plus y questions he attempted, but out of which x questions are right and y questions are wrong. For right questions he is getting 3 mark and wrong he is losing 1 mark. Means how do you represent that expression? For right questions he is getting 3 mark, means what is the total score actually he is getting from the right answers? 3x. അല്ലേ? 3x ആയിരിക്കും പുള്ളിക്ക് കിട്ടുന്ന ടോട്ടൽ സ്കോർ ഫ്രം ദ റൈറ്റ് ആൻസേഴ്സ്. And he is losing 1 mark for every wrong answer. Since he has 7 y wrong answers, what may be the marks deducted from his minus 1 y is the mark deducted from his right answers. Correct? And that score is given. What is that? 40. This is equation number 1. Correct? ഇനി അടുത്ത മറ്റൊരു എന്താ പറയാ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മളും ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. ഹാഡ് 4 മാർക്സ് ബീൻ അവാർഡ് ഇൻസ്റ്റെഡ് ഓഫ് 3, 4 മാർക്കാണ് ഇതിന് കൊടുത്തിരുന്നു എങ്കിൽ, ഏതിന്? റൈറ്റ് ആൻസേഴ്സിന് 4 മാർക്കും പിന്നെ റോങ് ആൻസേഴ്സിന് എത്രയാ? 2 മാർക്ക് ഡിഡക്ഷനും കൊടുത്തോളൂ. Instead of 3 and 1, if the right answer carries 4 mark and for the wrong answer if you lose 2 mark, then Yash should have scored 50 marks. യാഷിന്റെ സ്കോർ 40 ആയിരിക്കില്ലായിരുന്നു, എത്രയാവുമായിരുന്നു എന്നാ പറയുന്നേ? 50. അപ്പൊ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ബട്ട് നമുക്കത് യൂസ് ചെയ്ത് നോക്കാം. കാരണം എന്താ? ദാറ്റ് ഹെൽപ്പ് us to get the second condition. ഇങ്ങനെ ആയിരുന്നു എങ്കിൽ 50 ആയിരുന്നേനെ എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ഇതിനകത്തേക്ക് കൊണ്ടുവന്നേ. എങ്ങനെ പറയാം? ഇഫ് 4x ആവും the total marks actually he scored from the right answers. If എന്താണ്? the marks awarded for the correct answer is 4 minus 2y is equal to 50. This is this equation number 2.
So we have two equations here. These two equations are actually generated from the two conditions. Now you solve the equation to get. ഇതിനെ വേണമെങ്കിൽ simplify ചെയ്യാം. X minus 2x minus y is equal to 25 is equation number 3. This is actually from the second. Okay. ചെയ്യാൻ പറ്റില്ലേ? Yes, sir. Better. അടുത്തത് നാളെ 11 തൊട്ട് ക്ലാസ് ടെസ്റ്റ് ആണ്, ഓർമ്മ വേണം. അതിനകത്ത് നിങ്ങൾക്ക് പിന്നെ മറ്റേ എന്താ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ അതിൻ്റെ മെത്തേഡ് അപ്ലോഡ് ചെയ്തിരിക്കണം. ഓക്കെ, വിൽ ഹാവ് എ ഡിസ്കഷൻ ഓവർ ദ എക്സാം ഓൺ ദ നെക്സ്റ്റ് ഡേ, ദാറ്റ് മീൻസ് മൺഡേ. Okay, the area of a rectangle gets reduced by 9 square units if its length is reduced by 5 units, breadth is increased by 3 units. If you increase the length, okay, if you increase the length by 3 units, breadth by 2 units, the area increases by 67 square units. Final dimension. Okay, the area of a rectangle gets reduced by 9 square units if the length is reduced by 5 units and the breadth is increased by 3 units. Interesting. അതായത് നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. വി ഡോണ്ട് നോ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. ബട്ട് ഇവിടെയും ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അവർ പറയുകയാണ്. ഇഫ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഗെറ്റ് റെഡ്യൂസ്ഡ് ബൈ 9 സ്ക്വയർ യൂണിറ്റ്. ഇതിന്റെ ഏരിയ 9 സ്ക്വയർ യൂണിറ്റ് കുറയും. എപ്പോഴാ? ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് റെഡ്യൂസ്ഡ് ബൈ 5 യൂണിറ്റ്സ് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 യൂണിറ്റ്സ്. ഇതിന്റെ ലെങ്ത് നമ്മൾ 5 യൂണിറ്റ്സ് കുറയ്ക്കുകയും പിന്നെ ബ്രെഡ്ത്തിന് 3 യൂണിറ്റ് കൂട്ടുകയും ചെയ്താൽ, ഇവിടെ ഇങ്ങനെ കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന ഒരു പുതിയ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി ഉള്ള റെക്റ്റാങ്കിളിന്റെ ഏരിയയെക്കാട്ടിയും 9 സ്ക്വയർ യൂണിറ്റ് കുറവായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ദ സ്റ്റേറ്റ്മെന്റ് സേസ്. അതുപോലെ തന്നെ രണ്ടാമത് മറ്റൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ പറയുക, ഇഫ് യു ഇൻക്രീസ് ദ ലെങ്ത് ബൈ 3 യൂണിറ്റ്സ്. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് റെഡ്യൂസിങ് ഇറ്റ്, ഇഫ് യു ഇൻക്രീസ് ഇറ്റ്, ദ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തിച്ചു 3 യൂണിറ്റ്സ് ആൻഡ് ദ ബ്രെഡ്ത്ത് ബൈ 2 യൂണിറ്റ്സ്. ബ്രെഡ്ത്തിന് 2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ റെക്ടാങ്കിൾ ലൈക്ക് ദിസ്. കണ്ടോ? ഈ റെക്ടാങ്കിൾ ആണെങ്കിൽ ദ ഏരിയ ഇൻക്രീസസ് ബൈ 67 സ്ക്വയർ യൂണിറ്റ്. അപ്പൊ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ എന്താ പറയുക, ദർ ഈസ് എ പ്രസന്റ് സിറ്റുവേഷൻ. വാട്ട് could be the present situation in this case? എന്തായിരിക്കും പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നത്? ഇതിനൊരു ആക്ച്വൽ ലെങ്തും ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്ടാങ്കിൾ അല്ലേ ഇത്? അല്ലേ? റെഡി അല്ലേ? ഇവിടെ ഒരു റെക്ടാങ്കിളിനാകുമ്പോഴത്തേക്ക് ഇറ്റ് ഷുഡ് ഹാവ് സം ലെങ്ത് L ആൻഡ് എ ബ്രെഡ്ത്ത് B. യെസ് ഓർ നോ? Yes, sir. അപ്പൊ ആ ലെങ്തിലും ബ്രെഡ്ത്തിലുമാണ് നമ്മൾ ഈ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് അസൈൻ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം the area of the rectangle get reduced by 9 square unit. So what is the area of the rectangle if its length and breadth are L and B? What is the area of the rectangle? L into B is its area. Correct? LB അല്ലേ? LB ആണ് അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. ആ LBക്ക് എന്താ പറ്റുമെന്നാ പറയണേ? LB get reduced by 9 square units. That means LB minus 9 ആവും പുതിയ ഏരിയ. എപ്പോഴാ? If its length is reduced by 5 square unit. 5 units. Means length ഇപ്പോൾ L ആണെങ്കിൽ അതിൽ നിന്നും 5 യൂണിറ്റ് കുറയ്ക്കുകയും breadth increased by 3 units. breadth എന്ന് പറയുന്നത് 3 യൂണിറ്റ് കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ റെക്ടാങ്കിൾ ഉണ്ടല്ലോ, ഒരു പുതിയ റെക്ടാങ്കിൾ കിട്ടുമല്ലോ. അപ്പൊ അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും എന്തായി മാറും? L-5ഉം B+3 അല്ലേ വരിക? ശരിയല്ലേ? അല്ലേടേ? when you reduce the length 5, അപ്പൊ ഞാൻ വരച്ചപ്പോ കാണിച്ചല്ലോ. അപ്പൊ കിട്ടുന്ന പുതിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഈ ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ. ആ ഏരിയ എന്ന് പറയുന്ന പഴയ റെക്ടാങ്കിൾ, ആക്ച്വൽ റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് 9 കുറവായിരിക്കും. അപ്പൊ അതെങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ? യെസ് ഓർ നോ? യെസ് ഓർ നോ? Yes, sir. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും, സാർ LB ഒക്കെ കിടക്കുന്നു, ഇത് എങ്ങനെ ചെയ്യും? ഇത് യു ജസ്റ്റ് എക്സ്പാൻഡ് ദിസ്. എന്താ പറയുക? LB മൈനസ് 3L മൈനസ് 5B മൈനസ് 15 ഈക്വൽ ടു LB മൈനസ് 9. ശരിയല്ലേ? ഇതെന്താ ഞാൻ ചെയ്തത്?
A plus B into C plus D form. A into C, A into D, B into C, B into D. അതാ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ എക്സ്പാൻഷൻ കിട്ടും. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു എൽ ബി ഉണ്ട് LHSൽ, ഇവിടെയും ഒരു എൽ ബി ഉണ്ടല്ലോ. ദാറ്റ് എൽ ബി ആൻഡ് എൽ ബി ഗെറ്റ് ക്യാൻസൽ ബിക്കോസ് ഈ എൽ ബി ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയ എൽ ബി മൈനസ് എൽ ബി വരും, അത് 0 ആയി പോകും. സോ വാട്ട് റിമൈൻസ് ഹിയർ? 3L minus 5B equal to negative 9 plus 15. What is that? 3L minus 5B is equal to 6. Equation number 1. So we get one equation here. Serially, in linear equation in L and B. Similarly, when you analyze the second condition, if we increase the length by 3 units and breadth by 2 units, the area increases by 67 square units. So that means we increase the length and the breadth both by 3 units. So what is the new area? L plus 3 into B plus 3. That is what it is given as 67 square unit. It is increased from the actual area. 67 square unit is കൂടുതലായിരിക്കും. അപ്പോൾ എന്താ പറയാ? LB plus 67. This product will be equal to LB plus 67. Then you find an equation with the same way. Multiply this L plus 3 and B plus 3. Then cancel that term LB from both. പിന്നെ നിങ്ങൾക്ക് എല്ലിലും ബിയിലും ഉള്ള ഒരു ഇക്വേഷൻ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റും സർ. സെക്കൻഡ് കേസ് ബ്രെഡ്ത്ത് 2 യൂണിറ്റ്സ് അല്ലേ? Breadth by 2 units. So I'm sorry. Okay. ഞാൻ ശ്രദ്ധിച്ചില്ല. If you increase the length by 3 units and breadth by 2 units. I'm sorry. അത് ശരിയാ. It is not എത്രയാ? 3. എത്രയാണ്? 2 units ആണ്. അപ്പോൾ അവിടെ എന്ത് വരും? B plus 2 ആണ്. Which is equal to എന്താണ്? LB plus 67. ഞാനത് വായിച്ചതിൻ്റെ പ്രശ്നം, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇറ്റ്സ് ബൈ 2 units. ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് മുമ്പ് അവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ബിഫോർ ദാറ്റ് ലെറ്റ്സ് ഡിസ്കസ് ദിസ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്, ബിക്കോസ് അത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്, അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് ചെയ്തിട്ട് അതിലേക്ക് പോകാം. ഇത് സാധാരണ CBSE ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെന്താ പറഞ്ഞിങ്ങനെ, എ ബോട്ട് ഗോസ് 30 kilometers upstream and 44 kilometers downstream in 10 hours. In 13 hours, it can go 40 kilometers upstream and 55 kilometers downstream. Determine the speed of the stream and the boat in still water. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. നോക്കിയേ, ഒരു സ്ട്രീമിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഒരു സ്ട്രീം. അപ്പം ഈ സ്ട്രീമിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് സ്ട്രീമിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട പറ്റില്ല. നിങ്ങൾ ഇഷ്ടംപോലെ സ്ട്രീംസ് കണ്ടിട്ടില്ലേ? നിങ്ങൾ വീട്ടിൻ്റെ അടുത്തൊക്കെ തന്നെ സ്ട്രീംസ് ഉള്ളവരുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ തോടെടുത്താൽ പോലും ഈ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇല്ലേ? വെള്ളം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കൂടെ ചെന്ന് വീഴുന്നത് എവിടെയാണ്? ഈ വെള്ളം എല്ലാം കൂടെ എവിടെ ചെന്ന് വീഴുക? ഈ വെള്ളം എല്ലാം കൂടെ ഒഴുകി പുഴയിൽ നിന്ന് എവിടേക്ക് വീഴും? കടൽ. അപ്പൊ അവസാനം ഇതെല്ലാം കടലിൽ ചെന്നാ വീഴുക. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഇതിനെല്ലാം ഒരു ഫൈനലായിട്ടൊരു എയിമുണ്ട് നമ്മുടെ ലൈഫിനുള്ളത് പോലെ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം ഇതിന് ഒരു ഡയറക്ഷനിലേക്ക് ഇതിന് പോകാൻ പറ്റുള്ളൂ എന്നർത്ഥം. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇത് ഒഴുകുന്നത്? ഇപ്പം നമ്മൾ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, കെട്ടി നിർത്തിയിരിക്കുന്ന ഞാൻ ഉദ്ദേശിച്ച ലേക്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കുളങ്ങളും തടാകങ്ങളും പോണ്ടൊക്കെ ആണെങ്കിൽ അതിന് ഒഴുക്കില്ല. കാരണം എന്താ? അത് അവിടെ ആ പർട്ടിക്കുലർ ഇതിനകത്ത് ബൗണ്ടറിക്ക് അകത്ത് കിടക്കുന്നതാണ്. അല്ലാതെയുള്ള സ്ട്രീംസിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഫ്ലോ ഉണ്ട്. അതിന് ഫ്ലോക്കുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ, മുകളിൽ നിന്ന് താഴേക്ക് എന്നാണ്. അതായത് നമ്മൾക്ക് കാണാൻ ദൃശ്യമാകാത്ത അത്രയും എന്താ പറയുക, സ്ലോപ്പ് അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അത് ഒഴുകുന്നത് അല്ലേ? അത് ഒരു ഡയറക്ഷനിലേക്ക്. കാരണം നമ്മുടെ എന്തുകൊണ്ടാണ് അത് ഒഴുകുന്നത്? റീസൺ എന്താ? പുഴ ഒഴുകാനുള്ള റീസൺ എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങോട്ട് ഒഴുകണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോടെ? അടുത്തടുത്ത് വീണ്ടും വെള്ളം വന്നോണ്ടിരിക്കുന്നുണ്ട്.
വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നോണ്ടാണോ? അതുകൊണ്ട് മാത്രമാണോ? വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണോ പുഴ ഒഴുകുന്നത്? അതിന്റെ ഹൈറ്റിൽ വ്യത്യാസം. ഹൈറ്റ് ഡിഫറൻസസ് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഗ്രാവിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഏത് താഴ്ന്ന പ്രദേശത്തിലേക്കാണ് പോകുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഇപ്പോൾ സമുദ്രനിരപ്പിനേക്കാളും താഴ്ന്ന പ്രദേശങ്ങൾ ഉണ്ടാവാം നമ്മുടെ ഈ ലാൻഡിൽ. പക്ഷെ നോർമലി ഈ ഒഴുക്കുകളല്ല, ഇപ്പോൾ ഒരു ചെറിയ ഒരു പുഴ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചില പോണ്ടുകൾ അതിനകത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ പറയില്ലേ കയങ്ങളെന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഒഴുക്ക് എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് തന്നെയായിരിക്കും. ബട്ട് ആ പർട്ടിക്കുലർ ഇപ്പോൾ നല്ലൊരു വേനൽ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക, ഈ കയങ്ങളിൽ മാത്രമേ വെള്ളം ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ പുഴകളൊക്കെ വറ്റി വരണ്ട് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാതെ ഈ ബാക്കിയുള്ള പ്ലേസസിൽ വെള്ളം ഉണ്ടാകത്തില്ല. കാരണം ഒഴുകാൻ ഈ പറഞ്ഞ പോലെ എക്സസ് വാട്ടർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഓവറോൾ ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒഴുക്ക് എന്ന് പറയുന്നത് മസ്റ്റാണ് അല്ലേ? ഒരു സ്ട്രീം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് അതിന് 2 ഫ്ലോ ആണ് ഉള്ളത്. ഒന്ന് അപ്സ്ട്രീം ആൻഡ് ഒന്ന് ഡൗൺ സ്ട്രീം. ഈ അപ്സ്ട്രീം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പുഴയുടെ ഒഴുക്കിനെതിരെ പോകുന്നതാണ്. ഗോ എഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് വാട്ട്? സ്ട്രീം. ഇപ്പം സ്ട്രീം ഒഴുകുന്ന ഒരു ഡയറക്ഷൻ, അതിന് എഗെയിൻസ്റ്റ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം നമ്മുടെ ഡിസ്കവറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്പോട്ടിന് എന്താ പറയുമല്ലോ, ഒരു അഡ്വഞ്ചർ സ്പോട്ട് ഉണ്ടല്ലോ, കയാക്കിംഗ് പോലെ ചെയ്യുമല്ലോ ഇല്ലേ? കണ്ടിട്ടില്ലേ? ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല അത്? ഈ ആൾക്കാർ ഇത് ഇപ്പോൾ ഫ്ലോ ഓഫ് ദി സ്ട്രീം ഇതാണെന്ന് വെച്ചോ, ശരിക്കും കല്ലൊക്കെ ഉള്ള നല്ല അടിച്ച് പതഞ്ഞൊഴുകുന്ന പുഴയുടെ ആ ഫ്ലോ ഓഫ് ദി സ്ട്രീമിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ പോകുന്നവരുണ്ട്. ബോട്ട് ഇങ്ങനെ തുഴഞ്ഞ് അങ്ങോട്ടേക്ക് ഈ ഡയറക്ഷനിൽ പോകും. ചിലരാണെങ്കിൽ വിത്ത് ദ ഫ്ലോക്കൊപ്പം മൂവ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്ക് എന്താണ്, അവർക്ക് ഒരു സപ്പോർട്ട് ഫ്രം വാട്ട്? ഈ സ്ട്രീം കിട്ടും അല്ലേ? സ്ട്രീമിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടും ആർക്ക്? ഈ സ്ട്രീമിനൊപ്പം നീന്തുന്നവർക്ക്, അല്ലെങ്കിൽ സ്ട്രീമിനൊപ്പം പോകുന്നവർക്ക്. അപ്പോൾ ഈ ബോട്ടിന് നമ്മൾ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്? നമ്മുടെ നെസസിറ്റിയാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഫ്രം എ ടു ബി 2 പ്ലേസസ് ആണ്. ഇതൊരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു പുഴയാണെന്ന് വിചാരിച്ചു. നമുക്ക് ഈ പുഴയിൽ എ എന്ന് പറയുന്ന പ്ലേസും ബി എന്ന് പറയുന്ന 2 പ്ലേസസ് ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് പുഴ ഒഴുകുന്നതെന്ന് വെച്ചോ. ദ ഫ്ലോ ഓഫ് ദ സ്ട്രീം ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലാണ് ഫ്ലോ. സ്ട്രീമിൻ്റെ ഫ്ലോ ഓഫ് സ്ട്രീം. പക്ഷേ നമുക്ക് പോകേണ്ടത് ബിയിൽ നിന്നും എയിലേക്കാണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക? വി ആർ മൂവിങ് എന്തെന്ന് പറയും? അപ്സ്ട്രീം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കാൻ. ഇതിനെ നമ്മൾ ദിസ് മോഷൻ ഈസ് കോൾഡ് അപ്സ്ട്രീം മോഷൻ ബിക്കോസ് വി ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ദി സ്ട്രീം. ആ സ്ട്രീമിൻ്റെ ഫ്ലോക്ക് എതിരായ ദിശയിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വി നീഡ് ടു ടേക്ക് സം എഫേർട്ട്. നമുക്ക് കുറച്ച് എഫേർട്ട് കൂടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എത്രത്തോളം കൂടണം പറയാവോ? എത്രത്തോളം കൂടണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഫ്ലോ ഓഫ് വാട്ടറിനെ അതിനെ ഓക്കെ, നമ്മളെ ഫ്ലോ ഓഫ് വാട്ടറിനേക്കാളും നമുക്ക് സ്പീഡ്, അതായത് സ്പീഡ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ഫ്ലോ, അവിടെ ആണ് ആ ടേം വരുന്നത്. സ്പീഡ് ഓഫ് ദ ഫ്ലോ എന്ന് പറയുന്നത് സ്ട്രീം എന്ന് പറയാം. സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയാം അല്ലേ? ആ സ്ട്രീമിൻ്റെ സ്പീഡാണല്ലോ സ്ട്രീം ഓഫ് ദ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നത് എത്രയാണോ, ഇപ്പോൾ അത് 10 km/h ആണെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ വി ഷുഡ് ഹാവ് സ്പീഡ് മോർ ദാൻ ദാറ്റ് ഓഫ് ദിസ് സ്പീഡ്. ഇതിനേക്കാളും സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതിനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ? ഈ അപ്സ്ട്രീമിനെ ക്രോസ് ചെയ്ത് നമുക്ക്, അത് മീൻസ് ഈ സ്ട്രീം ഓഫ് ദ ഫ്ലോ സ്ട്രീമിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്സ്ട്രീമിൽ പോവുക എന്ന് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ എന്താ പറ്റുക, അതിനായിരിക്കും കൂടുതൽ ഫോഴ്സ്, അത് നമ്മളെ എടുത്ത് താഴെ കൊണ്ട് കളയും. ഇതൊക്കെ ഇതിലുള്ള പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആണ്. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ വിശദമാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് എ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്. സോ ദർ മേ ബി ലോട്ട് ഓഫ് സച്ച് ഓപ്ഷൻസ്. അവർ ഇതിനകത്തുനിന്ന് ഡിഗ് ചെയ്ത് ചോദിക്കും. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യന് റിലവൻ്റ് ആണോ എന്നുള്ളതല്ല മാറ്റർ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നുള്ളത് ഒരു വലിയ മാറ്ററാണ്. ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി എന്താ പറയുക, ഇതൊരു സോഴ്സാണ്.
ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചോദിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രയും കൂടുതൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പം ഇങ്ങനെ യെസ്, ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നിരിക്കണം. മനസ്സിലായില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇല്ലെങ്കിലും നിങ്ങളിത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ സ്ട്രീം ഓഫ് ദ ഫ്ലോ ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം ഇഫ് യു വാണ്ട് ടു മൂവ് അപ്സ്ട്രീം. ഈ അപ്സ്ട്രീമിലേക്ക് മൂവ് ചെയ്യണമെങ്കിലുള്ള നമുക്കുള്ള മിനിമം പിന്നെ എന്താ പറയുക ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അതിനേക്കാൾ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിനർത്ഥം നമുക്കും ഒരു സ്പീഡ് ഉണ്ടാവണമെന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ബോട്ട് ആണെങ്കിൽ there is another term called speed of the boat. Speed of the എന്താണ് boat. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഒന്ന് സ്പീഡ് ഓഫ് ദ സ്ട്രീമും മറ്റൊന്ന് സ്പീഡ് ഓഫ് ദ ബോട്ടും. എന്തുകൊണ്ടാണ് ഈ രണ്ട് ടേമും വരാനുള്ള കാരണം? ബിക്കോസ് വി അണ്ടർസ്റ്റുഡ് എന്താണ് ഈ മൂവിങ് ഇൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഇത് ടേക്സ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്പീഡിനുണ്ടാകുന്ന വേരിയേഷൻ ഇവ രണ്ടിനെയും ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 10 കിലോമീറ്റർ സ്പീഡിലാണ് എൻ്റെ സ്ട്രീമിൻ്റെ സ്പീഡ്. എനിക്കൊരു 15 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെന്ന് വെച്ചോളൂ, കിലോമീറ്റർ പെർ അവർ സ്പീഡ് ഉണ്ടെന്ന് വെച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്സ്ട്രീമിൽ പോകുമ്പോൾ എൻ്റെ എഫക്റ്റീവ് സ്പീഡ് എന്തായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാവോ? 5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. കാരണം 10 കിലോമീറ്റർ സ്പീഡ് ഇത് നമ്മളെ ഒപ്പോസ് ചെയ്ത് പോവുക. സോ ആ 10 കിലോമീറ്റർ നള്ളിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ഈസ് ആക്ച്വലി ദ എഫക്റ്റീവ് സ്പീഡ് വിച്ച് ഈസ് ആക്ച്വലി ഷോൺ ദെയർ. മനസ്സിലായല്ലേ? അപ്പൊ ആ 5 കിലോമീറ്റർ ആയിരിക്കും അവിടുത്തെ എഫക്റ്റീവ് സ്പീഡ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 15 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ബോട്ട് അപ്സ്ട്രീമിൽ യാത്ര ചെയ്യുമ്പോൾ 30 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് എത്ര മണിക്കൂറാണ് സാധാരണ എടുക്കുക? 15 കിലോമീറ്റർ ഉള്ള സ്പീഡിൽ പോകുന്ന, ഒരു മണിക്കൂറിൽ 15 കിലോമീറ്റർ പോകുന്ന ബോട്ട്. അപ്പൊ 30 കിലോമീറ്റർ എനിക്ക് യാത്ര ചെയ്യണം. അപ്പോൾ എത്ര സമയമായിരിക്കും എടുക്കുക സാധാരണ? അറിയോ? ഇവിടെ ഒരു മണിക്കൂറിൽ 15 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ഒരു ബോട്ട്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എത്രയാ? അല്ലേ തന്നെ നിങ്ങൾക്ക് നോർമൽ ഇവിടെ നോക്ക് 15 കിലോമീറ്റർ 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. കാരണം എന്താ? 15 കിലോമീറ്റർ 1 മണിക്കൂറിൽ 30 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ടല്ലേ ട്രാവൽ ചെയ്യുള്ളൂ, അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ കിട്ടിയത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതാണ് നമ്മുടെ ആ കാൽക്കുലേഷൻ. അതായത് ഇവിടെ 15 കിലോമീറ്റർ പെർ അവർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ വി ഗെറ്റ് ടൈം ആസ് 2 hours. പക്ഷെ ആക്ച്വലി യു വോണ്ട് റീച്ച് ദാറ്റ് പർട്ടിക്കുലർ 30 കിലോമീറ്റർ അപ്സ്ട്രീം ഇൻ ദിസ് 2 hours. എന്തായിരിക്കും റീസൺ? അതിന്റെ റീസൺ ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. നമ്മൾ എത്ര സമയം കൊണ്ടായിരിക്കും അവിടെ എത്തുക? പറയാമോ? എത്ര സമയം കൊണ്ടായിരിക്കും നമ്മൾ മുകളിൽ എത്തുക? ഈ 2 മണിക്കൂർ കൊണ്ട് എത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. 2 മണിക്കൂറിനേക്കാൾ കൂടുതൽ സമയം എടുക്കുമോ അതേ കുറവ് സമയം എടുക്കുമോ? കൂടുതൽ സമയം എടുക്കും. എന്താ കാര്യം? അപ്സ്ട്രീമിൽ പോകുമ്പോൾ ഈ 2 മണിക്കൂറിൽ എത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് റീസൺ? വാട്ടറിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത് അവിടെ? മാത്തമാറ്റിക്കൽ റീസൺ ആണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം റിയാലിറ്റി അതാണ്. റിയൽ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ, ബിക്കോസ് വി ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ദ കറന്റ് ഓർ ഫ്ലോ ഓഫ് ദ സ്ട്രീം. എഫക്റ്റീവ് സ്പീഡ് അതിനേക്കാൾ കുറവാണ്. അപ്പൊ നമ്മൾ അവിടെ അതാണ് പ്രശ്നം. See, actually we cannot take the speed of the boat as 15. Instead of that, what to be taken as the speed of the boat? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. 5. That is actually നമ്മൾ എന്ത് ചെയ്യണം? ഈ 15 എന്ന് പറയുന്നത് ബോട്ടിന്റെ സ്പീഡ് ആണെങ്കിലും we need to subtract the speed of the stream from the speed of the boat to get the effective speed. That is 30 minus 30 divided by 5. It comes and it takes 6 hours. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം 15 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ് 30 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ it takes only 2 hours. That is what the mathematics says. But in the case of upstream, it is not happening. It takes more time. അപ്പൊ അത് നമ്മൾ റീസൺ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്
because here we cannot take the speed of the boat as 15. The boat got reduced to 5. എന്താ കാര്യം? It is going against the flow of the stream, and the stream has a velocity of 10 km per hour. Or സ്ട്രീമിന്റെ സ്പീഡ് എത്രയാണെന്ന് പറയാം, 10 km per hour ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 15 കിലോമീറ്റർ ഉള്ള ബോട്ടിന്റെ സ്പീഡിനെ എത്രയിലേക്ക് മാറ്റിയത്? എത്രയിലേക്ക് മാറ്റി? 5ലേക്ക് മാറ്റി. അപ്പൊ അവിടെ നമ്മൾ ആ എഫക്റ്റീവ് സ്പീഡാണ് എടുക്കാൻ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആക്ച്വലി when it travels upstream, this is what the mathematics happen in that. Is that clear to all? Upstream ila മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? Sir. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗൺ സ്ട്രീമിനെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? വാട്ട് അബൌട്ട് ഡൗൺ സ്ട്രീം? എന്തായിരിക്കും ഡൗൺ സ്ട്രീമിന്റെ അവസ്ഥ? ഇതേ ബോട്ടിന്റെ കാര്യം തന്നെ നമുക്കൊന്ന് ഡൗൺ സ്ട്രീമിലൊന്ന് ചിന്തിക്കാം. എ എന്ന് ബി എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചോളൂ, 50 കിലോമീറ്റർ ഉണ്ട്. ഒന്ന് ആലോചിച്ചേ, വാട്ട് ഈസ് ഡൗൺ സ്ട്രീം? എന്താണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്? എന്താണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്? പുഴയുടെ ഒഴുക്കിന് കൂടെ വിത്ത് ദ സ്ട്രീം അല്ലെ, ഫ്ലോ. അതായത് നമ്മൾ ആ സ്ട്രീമിന്റെ ഒഴുക്കിനൊപ്പം പോകുന്നതിനെയാണ് വിത്ത് ദ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നോക്കി, നിങ്ങൾ പോകുന്നതും പുഴയുടെ ഒഴുക്കും ഒരുപോലെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ എന്താ ഉണ്ടാവുക? ഒരു സപ്പോർട്ട് ഉണ്ടാവും അല്ലേ? യുവർ സ്പീഡ് ഗോട്ട് ഇൻക്രീസ്ഡ്. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഒരിക്കൽ വേൾഡ് ഈ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഈ ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പുള്ളിയുടെ 100 മീറ്റർ റേസിൻ്റെ സ്പീഡ് വളരെ കുറഞ്ഞ്, അതായത് വേൾഡ് റെക്കോർഡ് ഐ തിങ്ക് വളരെ ചെറിയ, എനിക്ക് അതിൻ്റെ ഡിജിറ്റ്സ് ഓർമ്മയുണ്ട്, 9 പോയിന്റ് സംതിങ് ആണ്. ആ സെക്കൻഡ്സിൽ നിന്നും വളരെ താഴ്ന്ന രീതിയിൽ പുള്ളി ഫിനിഷ് ചെയ്തു. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കൗണ്ടഡ് ആസ് എ വേൾഡ് റെക്കോർഡ് അറ്റ് ദാറ്റ് ടൈം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടെ ഫ്ലോ ചെയ്ത വിൻഡിൻ്റെ സ്പീഡ് ഈ പുള്ളിയുടെ പിന്നെ ഓട്ടത്തിൻ്റെ മീൻസ് ആ റേസിനെ സപ്പോർട്ട് ചെയ്തു. അതായത് പുള്ളി അതേ ഒഴുക്കിനാണ് ഓടിയത്. അപ്പം അന്ന് ഓടിയവരുടെ എല്ലാവരുടെയും കാര്യം അതാണ്. എല്ലാവരും വളരെ നല്ല ടൈമിലാണ് എന്ത് ചെയ്തത്, ഫിനിഷ് ചെയ്തത്. പക്ഷേ ഈ സംഭവം ഉണ്ടാവാനുള്ള റീസൺ അതായിരുന്നു. അതിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. വിൻഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ആ സ്റ്റാൻഡേർഡിന് അപ്പുറത്ത് കൂടുതൽ സ്പീഡിൽ വിൻഡ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത്തരം അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ കണക്കാക്കില്ല എന്നുള്ളത് ഒരു സ്റ്റാൻഡർഡൈസേഷനാണ്. കാരണം എല്ലായിടത്തെയും ഇതിപ്പോൾ എവിടെ നടത്തിയാലും ഇത്തരം സപ്പോർട്ടുകൾക്ക് ഒരു മിനിമം പരിധി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ക്രോസ് ചെയ്ത് സ്പീഡ് ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഈ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താ, ഈ സ്പീഡ് ഓഫ് ദ ബോട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നത്. രണ്ടും ഒരേ ഡയറക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിറകേന്ന് ഒരാൾ നമ്മൾ തള്ളിയും കൂടെ തന്നു കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ സ്പീഡിന് മുന്നേക്ക് ഓടും അല്ലേ? ശരിയല്ലേ? ശരിയല്ലേടേ? യെസ് ഓർ നോ? അപ്പൊ ഇവിടെ അതാ സംഭവിച്ചത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തേ, ആക്ച്വലി വി ആർ റണ്ണിങ്, മീൻസ് ഈ ബോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആ ബോട്ടിനെ വീണ്ടും പുറകിൽ നിന്ന് തള്ളുന്നത് പോലെയാണ് ഈ സ്ട്രീം അവിടെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട്, കാരണം സ്ട്രീമും ബോട്ടും ഒരേ ഡയറക്ഷനിലാണ് സ്ട്രീമും ബോട്ടും പോകുന്നത്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പീഡിൻ്റെ വ്യത്യാസം ഉണ്ടാകും. ഇവിടെ നമുക്കറിയാം സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുന്നത് എന്താ, സ്പീഡ് ഓഫ് ദ ബോട്ട് എത്രയാ? സ്പീഡ് ഓഫ് ദ ബോട്ട് എത്രയാ? 15 അല്ലേ? ആൻഡ് സ്പീഡ് ഓഫ് ദ സ്ട്രീമോ? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും ഒരുമിച്ച് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ എഫക്റ്റീവ് സ്പീഡും മാറും. എന്തായി മാറും? 15 + 10 ആവും. 15 + 10 ആവും. കാരണം അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ 50 കിലോമീറ്റർ 15 km/h വരികയാണെങ്കിൽ 50/15 വരും. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്പീഡ്. എന്താ പറയുക, 3 point something ടൈം എടുക്കുമെന്ന് പറയാം അല്ലെ, അവേഴ്സ് എടുക്കുമെന്ന് പറയാം.
പക്ഷേ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈം. ദ ബോട്ട് മേ ടേക്ക് സം 3 hours ടു റീച്ച് ദ ഡെസ്റ്റിനി. പക്ഷെ അവിടെ അതല്ല സംഭവിക്കുക. കാരണം എന്താ? അവിടെ ശരിക്കും സംഭവിക്കുക, ഈ 50 കിലോമീറ്റർ traveled at a speed of what? 15 plus 10 kilometer per hour. That is 50 by 15 plus 10 is 25, which is equal to 2 hours il adu reach cheyum. We are expecting the boat to reach some 3 hours or later. പക്ഷേ ഇവിടെ നമുക്ക് എത്തുന്നത് ആ ബോട്ട് 2 മണിക്കൂർ കൊണ്ട് ആ ഡെസ്റ്റിനിയിൽ എത്തും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ എത്തുകയല്ലേ. So this happens just because the speed of the boat got increased. Actually, speed of the boat is not increased. The apparent speed of boat is increased. കാരണം because of the pull. അവിടെ ഒരു തള്ളു കിട്ടുകയാണ്. ആരെന്ന്? സ്ട്രീമിൽ നിന്നൊരു തള്ളു കിട്ടുകയാണ്. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നേ, ഈ പ്രോബ്ലത്തിലേക്ക് വന്നേ. Tell me, നിങ്ങൾ ഈ പ്രോബ്ലത്തിലേക്ക് വന്നിട്ട് പറഞ്ഞേ, എ ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 10 hours. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അതുപോലെ 13 hours, in 13 hours it can go 40 കിലോമീറ്റർ അപ്സ്ട്രീം and 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. Determine the speed of the stream and that of the boat in still water. ഈ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ വേറെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത കണ്ടീഷനിലുള്ള സ്പീഡാണ് ഈ നമ്മൾ മെൻഷൻ ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വേരിയബിൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യണം? എന്തായിട്ട് വേരിയബിൾ ഡിഫൈൻ ചെയ്യും? പറഞ്ഞേ, പറയോ, പെട്ടെന്ന് പറയോ, പറയടേ. എന്താ നിങ്ങൾ മിണ്ടാത്തെ? Speed of the boat equal to x. X be the speed of the boat. അല്ലേ? In still water. It's very important. ഞാൻ നേരത്തെ പറഞ്ഞ ആ ബെൻ ജോൺസന്റെ കഥയിലും ഇതാണ് സംഭവിക്കുന്നത്. ആ ഒരു നോർമൽ സ്റ്റാൻഡർഡൈസ്ഡ് കണ്ടീഷനിലുള്ള സ്പീഡ് വിൽ ടേക്ക്. അപ്പം ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് y be the speed of the stream. Okay, speed of the stream. ഇനി നമ്മൾ മനസ്സിലാക്കി, സിൻസ് ഇറ്റ് ആക്ച്വലി ദിസ് ടോട്ടൽ തിങ് ഹാപ്പൻസ് ഇൻ എ അപ്സ്ട്രീം ആൻഡ് എ ഡൗൺ സ്ട്രീം. അപ്പം നമുക്ക് മനസ്സിലായി, വി കനോട്ട് ടേക്ക് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ആസ് ഇറ്റ് ഈസ്. ശരിയല്ലേ? നമുക്ക് ഈ സ്പീഡ് ഓഫ് ദ ബോട്ട് നമ്മൾ ആ എക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ നമുക്ക്? ഇപ്പം നമ്മൾ ലൈക്ക് 15 വി ടുക്ക്, പക്ഷേ അവിടെ 10 കിലോമീറ്റർ പെർ അവർ അവിടുത്തെ സ്ട്രീമിൻ്റെ സ്പീഡായപ്പോൾ ഇൻ അപ്സ്ട്രീം ദറ്റ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് വാട്ട്? ഓൺലി 5 കിലോമീറ്റർ പെർ അവർ. അത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. വൈ? ബിക്കോസ് വി സബ്ട്രാക്റ്റഡ് ദറ്റ് സ്പീഡ് ഓഫ് ദ സ്ട്രീം ഫ്രം ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ടു ഗെറ്റ് ദ എഫക്റ്റീവ് സ്പീഡ് ദെയർ. ആൻഡ് സിമിലർലി ഇൻ ദ ഡൗൺ സ്ട്രീം ദ ബോട്ട് ഗോട്ട് സം സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റി? ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ബിഗൈൻ അവിടെ ചേഞ്ച്ഡ്. അവിടെ എന്തായി? ആ വേരിയബിൾ എന്തായി മാറി? 15 plus 10 എത്രയായി? 25 കിലോമീറ്റർ പെർ അവർ സ്പീഡായി മാറി. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് സ്പീഡ് ഓഫ് ദ ബോട്ട് ആൻഡ് സ്പീഡ് ഓഫ് ദ സ്ട്രീം. നൗ ടെൽ മീ, ഇവിടെ നമുക്ക് ആ സ്പീഡ് അപ്പോൾ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. വി കനോട്ട് യൂസ് ദിസ് വേരിയബിൾ ആസ് ഇറ്റ് ഈസ് ടു ഡിഫൈൻ ദ സ്പീഡ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഡിഫൈൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. 2 കണ്ടീഷൻസ് ഇവിടെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്സ്ട്രീം, an upstream speed of the boat. What is the speed of the boat in upstream? Means it's an apparent speed. What is the speed of the boat? Parne? X minus y. X minus y. And in downstream, again, you separately calculate what is the speed of the boat. X plus y. Speed of the boat is x plus y. Now we have the apparent speeds x minus y and x plus y. Now you read the question. A boat goes 30 kilometer upstream and 44 kilometer downstream in 10 hours. That means 30 kilometer upstream in travel ചെയ്തു plus 44 kilometer downstream in travel ചെയ്തു. Total time എടുത്തത് എത്രയാ? 10 hours. So this is a condition for forming an equation. Okay, that's അവിടെ നിൽക്കട്ടെ. 10 hours it takes to
complete this voyage or journey. 30 കിലോമീറ്റർ അപ്സ്ട്രീം സഞ്ചരിച്ചു. ഇത് രണ്ടും ടൈം ആണെന്ന് ഓർക്കണം. ദീസ് ടു ആർ ടു ടൈംസ്. അപ്പൊ ഈ ടൈം എങ്ങനെ കണ്ടുപിടിച്ചു? ടോട്ടൽ 30 കിലോമീറ്റർ ട്രാവൽ ചെയ്ത സമയം വേണം, 44 കിലോമീറ്റർ ട്രാവൽ ചെയ്ത സമയം വേണം. ഹൗ ഡു യു ഗെറ്റ് ടൈം? ടൈം എങ്ങനെ കിട്ടും? Distance by speed. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഞാൻ ഇങ്ങനെ എഴുതുന്നില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എങ്ങനെ ഏതാ സിമ്പിൾസ് യൂസ് ചെയ്യുന്ന? ഡിസ്റ്റൻസിന് എസ് അല്ലേ? ആണോ? ഇങ്ങനെ എഴുതിയ കുഴപ്പമുണ്ടോ? ഡിസ്റ്റൻസ് ബൈ ടൈം ഞാൻ ഇങ്ങനെ എഴുതിയ കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ? മനസ്സിലായാൽ മതി. അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. സോ വി ഹാവ് ദ ഡിസ്റ്റൻസ് ഹിയർ, ബട്ട് വാട്ട് എൽസ് ഈസ് റിക്വയർഡ്? സ്പീഡ് ഈസ് റിക്വയർഡ്. സോ ഇത് എന്ത് ട്രാവൽ ചെയ്തു? അപ്സ്ട്രീം ആണ് ട്രാവൽ ചെയ്തു. വി നോ ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ അപ്സ്ട്രീം. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് നോട്ട് എക്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് എക്സ്. It is speed of the boat in upstream is x minus y. So distance is 30 kilometers. So 30 kilometer divided by x minus y is the time taken to cover 30 kilometer upstream. That's very clear. Yes or no? 30 by x minus y alle? Yes or no? Yes, sir. No. Okay. Then it actually traveled 44 kilometer downstream also. So what is the time taken to cover this distance? It is 44 by what is the speed? Speed in downstream. What is the speed in downstream? എന്താ നിങ്ങൾ മിണ്ടാത്ത എന്താ? What is its speed? x plus y. X plus y. So 44 by x plus y is the time taken to cover the distance 44 kilometer downstream. Correct? So this is what the total time taken. 30 kilometer upstream, time taken to cover the 30 kilometer upstream and 44 kilometer downstream. Together it takes what? 10 hours. So we got the equation, first equation. And we know how to solve this equation. It's not a linear equation in two variable. Obviously it is not a linear equation two variable. It's an equation. It can be reduced to the form of a linear equation, and we actually discussed which way it has to be reduced and all. So that you can do. Similarly, you read the problem again. What is it? It can go 40 kilometer upstream. So what is the time taken to cover the 40 kilometer upstream distance? 40 divided by x minus y plus 55 kilometer downstream. Time taken to cover this 55 kilometer upstream is 50 divided by x plus y, which is equal to 13 hours. 13. So we have the second equation. This is the first equation. So this way we get two equations which are not linear equations obviously, but they can be reduced to the form of a linear equation. And you solve it to get the values of x and y. But x and y actually the speed of stream and the speed of the boat in still water. Okay. Clear? Any doubt? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് മിക്കവാറും ഇങ്ങനെയുള്ള സിറ്റുവേഷണൽ പ്രോബ്ലംസ് ചോദിക്കുന്നത് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഡേറ്റാസ് ചോദിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ ഫ്രെയിം ചെയ്ത് അവിടെ ഇട്ടിട്ട് നിങ്ങളുടെ ചോദിക്കാം, is that equation which represents this one. അപ്പോൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വേണം ചെയ്യാൻ. ക്ലിയർ ആണോ അവിടെ? Yes, sir. Okay, good. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബിക്കോസ് ഇറ്റ് ഈസ് സിമിലർ ടു ദിസ് വൺ. ഞാനത് ഇത് നോക്കിയേ. Ritu can row downstream in 20 kilometer in 2 hours, upstream 4 kilometer in 2 hours. Find your speed of rowing in still water and speed of the current. Current എന്ന് പറഞ്ഞ്
speed of the stream. അപ്പോൾ ഇവിടെ speed of the current can be taken as y and this speed of the boat is taken as x. So നമുക്ക് upstream downstream പറയാമല്ലോ. What is upstream speed? എത്രയായിരിക്കും? x minus y. Downstream എന്തായിരിക്കും? x plus y. Ritu can row downstream 20 kilometers in 2 hours. So she has traveled only the downstream at that time. And it take only 2 hours. So what does it mean? 20 kilometers traveled downstream. What is the time taken to cover 20 kilometers downstream? It is given as 2 hours. In other way, how do you find the time taken to cover the 20 kilometers? എങ്ങനെ കണ്ടുപിടിക്കുക? Time taken to cover 20 kilometers downstream എങ്ങനെ കണ്ടുപിടിക്കാം? Distance by speed. What is the distance here? 20 kilometers. That is okay. What is the speed? Ritu rode downstream 20 kilometers എന്നല്ലേ പറഞ്ഞ? So what is the speed? X plus y. X plus y. It's very important because the speed of the boat is x plus y in downstream. So she actually covered 20 kilometers downstream in 2 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതിന്റെ സ്പീഡ് നമ്മൾ എക്സ് പ്ലസ് വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് 20 by x plus y. That is given as 2 hours. Now you split it like what? 20 is equal to 2 into x plus y or x plus y is equal to 10. Question number 1. So what about the second statement? മറ്റേ ക്വസ്റ്റ്യനിലായിരുന്നെങ്കിൽ she traveled both upstream and downstream together. That's why we got an equation in 1 by x plus y and 1 by x minus y form. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ? ഒരു സൈഡിലോട്ട് മാത്രമുള്ളതാണ് ഒരാൾ ഇത് പറഞ്ഞത്. ഇത് സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റത് ആദ്യം ചെയ്തത്. Now upstream is for 4 kilometer. Upstream 4 kilometer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 kilometer upstream travel ചെയ്തു. It takes 2 hours. 2 hours. Tell me, how do we find these 2 hours? With the distance and speed. What is the distance traveled? 4 kilometer. What is that speed? X minus y. X minus y. 4 by x minus y is equal to 2. So that is 4 is equal to 2 into x minus y or x minus y is equal to 2. So this is equation number 2. So use these two equations to determine what is x and what is y. സർ 3.5 ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു. 3.5 ചെയ്തില്ലായിരുന്നോ? അതിലെ 4th ക്വസ്റ്റ്യൻ. ഐ എം സോറി ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് ചെയ്തില്ലായിരുന്നോ? ഇല്ല സർ. സോറി. ഓക്കെ, നന്നായി പറഞ്ഞത്. ഞാൻ ഇപ്പോൾ അടുത്തതിലോട്ട് പോകാം. ഓക്കെ, നമുക്കിവിടെ നോക്കാം. Places A and B are 100 kilometers apart on a highway. So there is a highway A. Okay, ഒരു മിനിറ്റ്. ഹൈവേ അല്ലേ, നല്ല വൃത്തിയായിട്ട് വരയ്ക്കും. A B. This is actually 100 kilometers. Okay. One car starts from A and another car starts from B at the same line. Okay. അപ്പോൾ ഒരെണ്ണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എയിൽ നിന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എൻ്റെ കാറാ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇവിടെ നിന്ന് ബിയിൽ നിന്ന് വേറൊരു കാറും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സെയിം ടൈം, ഒരേ ടൈമിനാണ്. സെയിം ടൈം ഡേറ്റ് സ്റ്റാർട്ടഡ്. If the car travels the same direction, means എയിൽ നിന്നുള്ള കാറ് ഇങ്ങനെ സഞ്ചരിച്ചു, ബിയിൽ നിന്നുള്ള കാറും ഇങ്ങനെ തന്നെ സഞ്ചരിച്ചു. അതാണല്ലോ സെയിം ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? If they are traveling in the same direction at different speed, obviously now they are traveling in different speed. So നമുക്ക് അറിയത്തില്ല സ്പീഡ് എന്താണെന്ന്. They meet in 5 hours. So ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ they will meet in 5 hours. അപ്പോൾ where they will meet, it's a big question. എവിടെയായിരിക്കും അവർ മീറ്റ് ചെയ്യാൻ പോവുക? Will they meet within AB? ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു. Will they meet within AB?
മനസ്സിലായില്ലേ എൻ്റെ ക്വസ്റ്റ്യൻ? അതെങ്ങനെ സംഭവിക്കുക? ഇതിനകത്ത് മീറ്റ് ചെയ്യാൻ പറ്റുമോടെ? എ ഇവിടെ നിന്ന് തുടങ്ങാൻ തന്നെ ബി ഇതിന് പുറത്തു പോകത്തില്ലേ? രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ പോകുന്നത്. എ എങ്ങോട്ടാ പോകുന്നത് അതേ ഡയറക്ഷനിലാണ് ബിയും പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് NH എടുത്താൽ മതി. NH എടുത്തിട്ട് ഞാൻ NHലാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന 2 സ്ഥലങ്ങൾ എടുക്കാം. ഇപ്പം ആറ്റിങ്ങൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ആറ്റിങ്ങിൽ നിന്നും കൊല്ലത്തേക്ക് ആണ് ഈ ഡിസ്റ്റൻസ് എടുക്കുന്നത്. ആറ്റിങ്ങിൽ നിന്ന് കൊല്ലത്തേക്ക് ഞാൻ ആറ്റിങ്ങലിൽ നിന്നും പിന്നെ NH വഴി ഞാൻ കായംകുളത്തേക്ക് പോവുക. ഒരാൾ കൊല്ലത്തുനിന്ന് കായംകുളത്തേക്ക് പോവുക. രണ്ടുപേരും ഒരേ ഡയറക്ഷനല്ലേ, ദേ ആർ ഗോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പം ഞാൻ ഈ മറ്റേ വ്യക്തി ആറ്റിങ്ങലിനും കൊല്ലത്തിനും ഇടയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? കൊല്ലത്തുനിന്ന് വിട്ടയാളിനെ പിന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ കായംകുളത്തിന് ഇടയ്ക്ക് എവിടെ വെച്ചേ പറ്റുള്ളൂ? എവിടെയൊക്കെ വെച്ച് പറ്റാം? ചവറ വേണമെങ്കിൽ വെക്കാം അല്ലേ? ചവറ ചിലപ്പം വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതെപ്പോഴാണ് മീറ്റ് ചെയ്യാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവണം. എന്തായിരിക്കും ആ കണ്ടീഷൻ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ചവറ വച്ച് ഈ വ്യക്തിയെ മീറ്റ് ചെയ്യണം. ഏത്? കൊല്ലത്തുനിന്ന് പോയിട്ടുള്ള വ്യക്തി. ഞാൻ ആറ്റിങ്ങലിൽ നിന്ന്. ആറ്റിങ്ങലും കൊല്ലമൊക്കെ നിങ്ങൾക്ക് അറിയാമോടെ? അത് അറിഞ്ഞൂടാത്ത സ്ഥലങ്ങളാണോ? NHലുള്ള കൊട്ടിയം അറിയാമോ? കൊട്ടിയം അറിയാം സർ, കൊട്ടിയം അറിയാം. ശരി. കൊട്ടിയം. ഞാൻ കൊട്ടിയത്തു നിന്ന് ഇറങ്ങുന്നു, ലക്ഷ്മി പ്രിയ കൊല്ലത്തുനിന്ന് ഇറങ്ങുന്നു. അപ്പം നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കൊല്ലത്തിനും കൊട്ടിയത്തിനും ഇടയ്ക്ക് വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ രണ്ടുപേരും പോകുന്നത് കായംകുളത്തേക്കാണ്. കായംകുളം അറിയാമോ നിങ്ങൾക്ക്? കായംകുളം അറിയാം സർ, പക്ഷെ റൂട്ടൊന്നും അറിയത്തില്ല. അത് ശരി. അപ്പം ഞാൻ ഇത് പടത്തിലേക്ക് തന്നെ വരാം. ഞാൻ ഈ പറഞ്ഞു വെറുതെ സമയം കളഞ്ഞു. എയിൽ നിന്നും ബിയിൽ നിന്നും തിരിക്കുന്ന 2 ആൾക്കാർ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ എയിൽ നിന്ന് തിരിച്ചു, ലക്ഷ്മി പ്രിയ ബിയിൽ നിന്ന് തിരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ പോവുക. ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും തന്നെ ലക്ഷ്മി പ്രിയയെ എക്കും ബിക്കും ഇടയ്ക്ക് വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഒരിക്കലും പറ്റില്ല. കാരണം എന്താ? ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലക്ഷ്മി പ്രിയ ബിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു അല്ലേ? അപ്പം സംവെയർ ഹിയർ ഇൻ എ പോയിന്റ് സി, അവിടെ വെച്ചിട്ടായിരിക്കും ആരെ മീറ്റ് ചെയ്യുന്നത്? ഞാൻ ലക്ഷ്മി പ്രിയ മീറ്റ് ചെയ്യാൻ പറ്റും. അതും എപ്പോഴാണ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുക? അതൊരു കണ്ടീഷൻ ഉണ്ട്. എപ്പോഴായിരിക്കും എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുക? വേഗത കുറഞ്ഞിട്ട് ശാന്ത വേഗത കൂടുമ്പോ. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. വെരി ഗുഡ്. സി, എന്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ സ്പീഡ് എക്സും ലക്ഷ്മി പ്രിയ പോകുന്ന സ്പീഡ് വൈയും ആണെങ്കിൽ മൈ സ്പീഡ് മസ്റ്റ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് ലക്ഷ്മി പ്രിയ സ്പീഡ് അല്ലെ? ഈ സ്പീഡിനെക്കാട്ടി കൂടിയാൽ മാത്രമല്ലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എക്സിന്റെ സ്പീഡ് കുറവാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇവിടെ വെച്ച് എത്താൻ പറ്റുമോ? കാരണം ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും ലക്ഷ്മി പ്രിയ ഇത് പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. കറക്റ്റ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം ദിസ് എക്സ് മസ്റ്റ് ബി ഗ്രേറ്റർ, അങ്ങനെയുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. അപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു കാറ് മൂവ് ചെയ്ത് കഴിഞ്ഞു. എയിൽ നിന്ന് മൂവ് ചെയ്ത കാറിൻ്റെ സ്പീഡ് ബിയേക്കാൾ കൂടുതലുമാണ് എങ്കിൽ ദർ ഈസ് എ ചാൻസ് ടു മീറ്റ് ദറ്റ് കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ബി അറ്റ് പോയിന്റ് സി അല്ലേ? അത് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാം. കാരണം എയുടെ സ്പീഡ്, എയിൽ നിന്ന് വിട്ട കാറിൻ്റെ സ്പീഡ്. അപ്പോൾ ലെറ്റ് ഇറ്റ് അങ്ങനെ നമുക്ക് എടുക്കാം. നമ്മൾ അങ്ങനെ എടുക്കുകയാണ്. ലെറ്റ് ദം മീറ്റ് അറ്റ് ദിസ് പോയിന്റ് സി. അപ്പോൾ എയിൽ നിന്ന് വിട്ട കാറ് ബിയിൽ നിന്ന് വിട്ട കാറിനെ സിയിൽ വെച്ച് മീറ്റ് ചെയ്തു. ബിക്കോസ് ദേ ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ മീറ്റ് ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇനി അടുത്തത് എന്താ പറഞ്ഞിങ്ങനെ? ഇഫ് ദ കാർ ട്രാവൽസ് ഇൻ ദ ഇവിടെ ഇഫ് ദ ട്രാവൽ ടുവേഴ്സ് ഈച്ച് അതർ. അപ്പോൾ ഇത് സംഭവിച്ചത് 5 മണിക്കൂർ കൊണ്ടാണ്, 5 hours കൊണ്ടാണ് ഇത് സംഭവിച്ചത്. എങ്ങനെ മീറ്റ് ചെയ്തത്? ഇനി ഇഫ് ദ ട്രാവൽസ് ടുവേഴ്സ് ഈച്ച് അതർ ദേ മീറ്റ് ഇൻ 1 hour. അപ്പോൾ അത് നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷനായിട്ട് എടുക്കാം. ഈ ഡിസ്റ്റൻസ് സെയിം ആണ്, എ ടു ബി, ബട്ട് രണ്ടുപേരും ടുവേഴ്സ് ഈച്ച് അതർ. ഒരാൾ ഇങ്ങനെ വരുന്നു, ഒരാൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ 2 കാറും ഇങ്ങനെ വരുമ്പോഴത്തേക്ക്
ഒന്ന് മറ്റേ കാറിൻ്റെ സ്പീഡ് കൂടുതലാണല്ലോ, സ്വാഭാവികമായിട്ടും സംവെയർ ഹിയർ ദേ മീറ്റ് ഈച്ച് അതർ. ഇതല്ലേ സംഭവിക്കുക? ഈ രണ്ട് ഫിഗറും മനസ്സിലായോ? ഹാവ് യു ഗോട്ട്? ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ they will meet at some point outside this line AB. ശരിയല്ലേ? ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ. Is it clear? ഹലോ. ഇനി രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണെങ്കിൽ, ഫേസ് ടു ഫേസ് വരികയാണെങ്കിൽ they met at a point in between A and B. ശരിയാണോ? അതിൽ സംശയമുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇനി ആണ് നമ്മൾ കണ്ടീഷനിലേക്ക് പോകുന്നത്. നോക്കിയേ, ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? 5 മണിക്കൂർ കൊണ്ടാണ് ഈ ആൾ ഇവിടെ എത്തിയത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. 5 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക്, സിൻസ് ദേ ഹാവ് ആസ്ക്ഡ് ദ സ്പീഡ് ഓഫ് ദ 2 cars, ലെറ്റ് എക്സ് ബി ദ സ്പീഡ് ഓഫ് ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് വൈ ബി ദ സ്പീഡ് ഓഫ് ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ബി. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം, ബിക്കോസ് ദീസ് ആർ ദ വേരിയബിൾ ടു ബി ഡിഫൈൻഡ്. അത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് ഈ കാർ സ്റ്റാർട്ട്സ് ഫ്രം എ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? പറയാം. What is the distance traveled by the car which starts from A in 5 hours? എന്തിനു വേണ്ടിയിട്ടാ? Because we identified that it's a point C where they met each other after 5 hours. So what is the distance traveled in 5 hours? പറയാമോ? What is distance traveled? എങ്ങനെ കണ്ടുപിടിക്കുക? ഫോർമുല എന്താ? What is distance traveled? Speed into time. Speed into time. Very good. Speed into time. What is the speed? നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം എ ആണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ കാർ? What is the speed of the car? Distance by time. എന്തിനാ മോളെ ഇവിടെ നമ്മൾ സ്പീഡ് ഓഫ് ദ കാർ ഈസ് ടേക്കൺ ആസ് x അങ്ങനെയല്ലേ എടുത്തേക്കുന്നേ? x അല്ലേ? അപ്പൊ നമ്മൾ പിന്നെ ഡിസ്റ്റൻസ് ബൈ ടൈമിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. സിൻസ് വി ഹാവ് അസ്യൂംഡ് വാട്ട് ദ സ്പീഡ് ഓഫ് ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം എ ആസ് x. ഞാനിത് മൊത്തം എഴുതാത്തോണ്ടാണോ എന്തോ. സ്പീഡ് ഓഫ് ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം എ ആസ് x, then it is x. അല്ലേ? സ്പീഡ് ഓഫ് ദ കാർ is taken as x and time it is given. What is the time? It in 5 hours. 5 മണിക്കൂർ കൊണ്ട് എത്രയാ? 5. അപ്പോൾ എത്ര? 5x is the distance traveled by the car which starts from A. ശരിയല്ലേ? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5x ആണ്. ഇനി വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം B? By car from B പറഞ്ഞേ. What is that? What is the distance traveled by the car which starts from B? നിങ്ങൾ ഇതുപോലെ തന്നെ സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം B? speed into time. X into y into. What is the speed? It is y. അപ്പോൾ y into what is the time taken? The same time only took by the car B also. 5 hours. അപ്പോൾ എത്ര? 5y. So these were the distances traveled by the car which starts from A and car which starts from B. അതായത് എയിൽ നിന്ന് ട്രാവൽ ചെയ്ത കാർ സഞ്ചരിച്ച ദൂരം, അതായത് AC എന്ന് പറയുന്ന ലെങ്ത് ആണ്. AC എന്ന് പറയുന്ന കാർ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാർ, ഈ കാർ സഞ്ചരിച്ച ദൂരം AC എത്രയത്? 5x. മറ്റേ കാറോ? ബിയിൽ നിന്ന് സഞ്ചരിച്ച കാറോ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഫ്രം B? ഇറ്റ് ഈസ് വാട്ട് ഈസ് ദാറ്റ്? 5y. BC അല്ലേ? BC അല്ലേ? ദാറ്റ് ഈസ് 5y. ഇതാണ് നമ്മളെ കയ്യിലുള്ളത്. ക്യാൻ യു കണക്ട് ദീസ് ടു? AC എന്ന് പറഞ്ഞത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് AC. BC എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. ഇവ തമ്മിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ?
5x minus 5y equal to 100. വെരി ഗുഡ്. ഈ എ സിയിൽ നിന്നും ഈ ബി സിയുടെ ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എ ബിയുടെ ഡിസ്റ്റൻസ് അല്ലേ? ആണോ? ആണോ? എ സിയിൽ നിന്നും ബി സിയുടെ ഡിസ്റ്റൻസ് കുറച്ചാൽ കിട്ടുന്നതല്ലേ എ ബിയുടെ ഡിസ്റ്റൻസ്? ആണോ അല്ലയോ? ആണോ? എ സി മൈനസ് ബി സി ആണോ എ ബി? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? വാട്ട് ഈസ് എ സി? 5x മൈനസ് 5y ഈസ് ഈക്വൽ ടു എന്താ? 100. 5x മൈനസ് 5y ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? x മൈനസ് y ഈസ് ഈക്വൽ ടു 100 by 5 അല്ലെ? അല്ലെങ്കിൽ ഇൻറ്റു 5 ഈക്വൽ ടു 100. x മൈനസ് 5 ഈസ് ഈക്വൽ ടു 20. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിപ്പോൾ കാർ രണ്ടും ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ളതാണ്. ഇനി നിങ്ങൾ ഈ രണ്ട് കാറുകളും ഓപ്പോസിറ്റ് ആയിട്ട് സഞ്ചരിക്കുകയാണ്. ലൈക്ക് ഈ കേസിൽ പറഞ്ഞല്ലോ, എയിൽ നിന്നുള്ള കാറ് ബിയിൽ നിന്നുള്ള കാറും ദേ ആർ ട്രാവലിംഗ് ടുവേഴ്സ് ഈച്ച് അതർ. സോ ഷുവർലി ദേ മെറ്റ് അറ്റ് ദിസ് പോയിന്റ് അല്ലേ? അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് വി നോ ഇറ്റ് ഈസ് 100 kilometers. And time taken to reach this point by A is 1 hour. And from B is also 1 hour. That is given in the question. Have you seen that? നോക്ക്, they meet in 1 hour. ഒരു മണിക്കൂറിലാണ് they കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം since they are going towards each other, so this is the place and it actually happens in 1 hour. ഒരു മണിക്കൂറിലാണ് ഇത് സംഭവിക്കുന്നത്. Now you tell me what is the distance? ഈ പോയിന്റിനെ ഞാൻ C എന്ന് എടുത്തു. What is the distance traveled AC? AC എങ്ങനെ കണ്ടുപിടിക്കും? We know the speed of the car from A. Speed of the car from A. എന്തായിരിക്കും? What is speed of the car from A? What did you take? Speed of the car from A എന്തായിട്ട് എടുത്തേക്കണേ? X ആയിട്ട്. Speed of the car from B എന്തായിട്ട് എടുത്തേക്കണേ? Y. അപ്പോൾ പറഞ്ഞേ, what is AC? Distance AC എന്താ ഫോർമുല? Speed into time. What is the distance AC? എന്താണ് ഡിസ്റ്റൻസ് AC? പെട്ടെന്ന് പറഞ്ഞോളൂ. What is distance AC? What is the speed of the car which starts from A? എന്താ ആരും ഉണ്ടാത്തേ? ആരും ഇല്ലേ? എല്ലാവരും പോയാടേ? നിങ്ങളെന്താ മിണ്ടാത്തേ? മടുത്ത് മാറിയതാണോ? സ്പീഡ് ഓഫ് ദ കാർ ഫ്രം എ എന്താ? X. What is the time taken? 1 hour. 5 hour നേരത്തെ ആയിരുന്നു. നേരത്തെ 5 hour ആയിരുന്നു. ഇപ്പം രണ്ടുപേരും കൂട്ടിമുട്ടുന്നത് 1 മണിക്കൂറിലാണ് കണ്ടുമുട്ടുന്നത്. കാരണം ഒരേ ഡയറക്ഷനിലല്ല പോകുന്നത്. പകരം രണ്ടുപേരും ഫേസ് ടു ഫേസ്, ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്കും എയിൽ നിന്ന് ഇങ്ങോട്ടേക്കും. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ എക്സ് എത്ര? ഇത് എക്സ് ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം എ. അതുപോലെ തന്നെ ബി സി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ബി. ബി എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ഇൻ ടു ടൈം. ആലോചിച്ചേ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ കാർ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ബി? വാട്ട് ഈസ് ദാറ്റ്? It is y into time taken is again it is only 1 hour, so 1, so it is y. Correct? Now how do we connect this x and y? നോക്കിയേ, ഇത് എ സി, ഇത് ബി സി. ഇതിന് രണ്ടിനെയും കൂടെ എങ്ങനെ കണക്ട് ചെയ്യാം? വാട്ട് ഇസ് എ സി പ്ലസ് ബി സി? എ ബി അല്ലേ? എ ബി ഇസ് ദ നോൺ വാല്യൂ ഫോർ എസ്. എ ബി എന്ന് പറയുന്നത് നമുക്കറിയാം 100 കിലോമീറ്റർ. എ സിയും ബി സിയും കൂടെ കൂട്ടി എ ബി കിട്ടത്തില്ലേ? So what is AC? It is x. What is BC? It is y. So x plus y is equal to 100 is the second equation. Clear? This is second equation. Okay. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ലേ? Yes, sir.
മനസ്സിലായോടെ? ഈ പ്രോബ്ലം മനസ്സിലായായിരുന്നോ? ഞാൻ മറന്നുപോയി, ഇത് ഞാൻ വിട്ടുപോയത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓക്കെ. ഇത് എല്ലാം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സിറ്റുവേഷൻ പ്രോബ്ലംസ് നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ വേണോ ചോദിക്കാം. സോ എനിവേ ഇനിയിപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. നിങ്ങൾ നാളെ